വെൽക്കം ടു ദിശ അക്കാഡമി. ദിശ അക്കാഡമിയിൽ ഇന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കുറെ ക്ലാസ്സുകളായിട്ട് നമ്മൾ റൂൾസ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾ കുറച്ച് എറർ സ്പോട്ടിംഗ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒരു 50 അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മീഡിയം ലെവലായിട്ടുള്ള ഒരു എറർ സ്പോട്ടിംഗ്, ഒരു 50 എറർ സ്പോട്ടിംഗ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ ഇത്രയും ദിവസം പഠിച്ച റൂൾസിനെ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും എല്ലാം. 2 or 3 ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ ഔട്ട് ഓഫ് ദ റൂൾസ് ആയിട്ട് ആഡ് ചെയ്തിട്ടുള്ളത്. അത് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ഈച്ച് ഓഫ് ദ സ്റ്റുഡൻസ് ഹാവ് സബ്മിറ്റഡ് ദെയർ അസൈൻമെന്റ് ഓൺ ടൈം. എന്താണ് ക്വസ്റ്റ്യൻ? ഈച്ച് ഓഫ് ദ സ്റ്റുഡൻസ് ഹാവ് സബ്മിറ്റഡ് ദെയർ അസൈൻമെന്റ് ഓൺ ടൈം. ഈ ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ഈച്ച് ഓഫിലാണ്. എന്താണ് ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ഈച്ച് ഓഫിലാണ്. ഈച്ച് ഓഫിൽ ഒരു ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്താൽ, ഒരു സ്റ്റേറ്റ്മെന്റ്, ക്വസ്റ്റ്യൻ അല്ല, ഒരു സ്റ്റേറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്താൽ അതിനോടൊപ്പം ചേർന്ന് വരുന്ന സബ്ജക്റ്റ് പ്ലൂറലും വെർബ് സിംഗുലറും ആയിരിക്കണം. എന്താണ്? ഈച്ച് ഓഫിനോടൊപ്പം ചേർന്ന് വരുന്ന ഒരു സെന്റൻസ്, ഈ സബ്ജക്റ്റ് എന്തായിരിക്കണം? പ്ലൂറൽ ആയിരിക്കണം, സിംഗുലർ ആയിട്ടുള്ള വെർബും ആയിരിക്കണം. അപ്പൊ ഈച്ച് ഓഫിനോടൊപ്പം ചേർന്ന് വരുന്ന സെന്റൻസിലെ സബ്ജക്റ്റ് എപ്പോഴും പ്ലൂറൽ ആയിരിക്കണം, വെർബ് എപ്പോഴും സിംഗുലർ ആയിരിക്കണം. അപ്പോൾ ഒരു സെന്റൻസ് ഈച്ച് ഓഫിലാണോ സ്റ്റാർട്ട് ചെയ്യുന്നത്, അതിനോടൊപ്പം ചേർന്ന് വരുന്ന സബ്ജക്റ്റ് പ്ലൂറലും വെർബ് സിംഗുലറും ആയിരിക്കണം. എന്താണ് ഈച്ച് ഓഫിന്റെ റൂൾ? എന്താണ്? ഈച്ച് ഓഫ് പ്ലസ് പ്ലൂറൽ സബ്ജക്റ്റ് പ്ലസ് സിംഗുലർ വെർബ്. ഈച്ച് ഓഫിന്റെ റൂൾ എന്താണ്? ഈച്ച് ഓഫ് പ്ലസ് പ്ലൂറൽ സബ്ജക്റ്റ് പ്ലസ് സിംഗുലർ വെർബ് എന്നതാണ് ഈച്ച് ഓഫിന്റെ റൂള്. ഓക്കെ, അപ്പൊ എന്താണ് ഈച്ച് ഓഫിന്റെ റൂള്? ഈച്ച് ഓഫ് പ്ലസ് പ്ലൂറൽ സബ്ജക്റ്റ് പ്ലസ് സിംഗുലർ വെർബ്. അപ്പൊ നമുക്ക് നോക്കാം. ഈച്ച് ഓഫ് ദ സ്റ്റുഡൻസ് എന്നുള്ളത് പ്ലൂറൽ ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ്. ഹാവ് എന്നുള്ളത് പ്ലൂറൽ ആയിട്ടുള്ള വെർബാണ്. ഇത് ശരിയാണോ, ഇത് തെറ്റാണോ എന്ന് നോക്കുക. ഓക്കെ, ഈച്ച് ഓഫ് ദ സ്റ്റുഡൻസ് ഹാവ് സബ്മിറ്റഡ് ദെയർ അസൈൻമെന്റ് ഓൺ ടൈം. അപ്പൊ ഈച്ച് ഓഫ് ദ സ്റ്റുഡൻസ് ഹാവ് സബ്മിറ്റഡ് ദെയർ അസൈൻമെന്റ് ഓൺ ടൈം. ഈച്ച് ഓഫ് ദ സ്റ്റുഡൻസ് ഹാവ് സബ്മിറ്റഡ് ദെയർ അസൈൻമെന്റ് ഓൺ ടൈമിനകത്തുള്ള മിസ്റ്റേക്ക് വെർബ് സിംഗുലർ ആയിരിക്കണം എന്നല്ലേ? അപ്പൊ എന്ത് പറയണം? ഹാവ് എന്തായി മാറുന്നു? ഹാസ് ആയിട്ട് മാറണം. എന്നാലേ സിംഗുലർ ആയിട്ടുള്ള വെർബായി മാറത്തുള്ളൂ. അപ്പൊ ഇത് എന്തായി മാറുന്നു? ഹാസ് ആയിട്ട് മാറുന്നു. ഓക്കെ, അപ്പൊ ഈച്ച് ഓഫ് ദ സ്റ്റുഡൻസ് ഹാസ് സബ്മിറ്റഡ് ദെയർ അസൈൻമെന്റ് ഓൺ ടൈം. അപ്പൊ ഈച്ച് ഓഫ് ദ റൂൾ എന്താണ്? ഈച്ച് ഓഫ് പ്ലസ് പ്ലൂറൽ സബ്ജക്റ്റ് പ്ലസ് സിംഗുലർ വെർബ്. അപ്പൊ ഈച്ച് ഓഫിന്റെ റൂൾ എന്താണ്? ഈച്ച് ഓഫ് പ്ലസ് പ്ലൂറൽ സബ്ജക്റ്റ് പ്ലസ് സിംഗുലർ വെർബ് എന്നുള്ളതാണ്. എന്താണ് ഈച്ച് ഓഫിന്റെ റൂള്? ഈച്ച് ഓഫ് പ്ലസ് പ്ലൂറൽ സബ്ജക്റ്റ് പ്ലസ് സിംഗുലർ വെർബ്. ഓക്കെ ആണല്ലോ? ഈച്ച് ഓഫിന്റെ റൂൾ എന്താണെന്ന് പഠിച്ചേ. ഈച്ച് ഓഫ് ആയാലും, വൺ ഓഫ് ആയാലും, എനി ഓഫ് ആയാലും, വൺ ഓഫ് ആയാലും, നൺ ഓഫ് ആയാലും എല്ലാത്തിനും ഇതേ റൂൾ തന്നെയാണ്. എന്താണ്? പ്ലൂറൽ ആയിട്ടുള്ള സബ്ജക്റ്റും സിംഗുലർ ആയിട്ടുള്ള വെർബും ആണ് ഉപയോഗിക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഈച്ച് ഓഫ് പ്ലസ് പ്ലൂറൽ സബ്ജക്റ്റ് പ്ലസ് സിംഗുലർ വെർബ്. അപ്പൊ ഈച്ച് ഓഫിന്റെ കൂടെ ചേർന്ന് വരുന്ന സബ്ജക്റ്റ് എപ്പോഴും പ്ലൂറലും വെർബ് എപ്പോഴും സിംഗുലർ ആയിരിക്കണം. അതുകൊണ്ട് ഹാവ് എന്തായി മാറി? അത് ഹാസ് ആയിട്ട് മാറി. ഓക്കെ, നമ്പർ 2, നെയ്തർ ദ ടീച്ചർ നോർ ദ സ്റ്റുഡൻസ് ആർ അവെയർ ഓഫ് ദ ചേഞ്ച് ഇൻ ദ ഷെഡ്യൂൾ. നെയ്തർ ദ ടീച്ചർ നോർ ദ സ്റ്റുഡൻസ് വാസ് അവെയർ ഓഫ് ദ ചേഞ്ച് ഇൻ ദ ഷെഡ്യൂൾ. അപ്പൊ നെയ്തർ നോർ വെച്ചിട്ടാണ് ഇവിടെ രണ്ട് സബ്ജക്ട്സിനെ കണക്ട് ചെയ്തേക്കുന്നത്. ഇതെല്ലാം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലെ? കൂടുതൽ ഡിസ്കഷൻ ആവശ്യമായി വരുന്നില്ല. നെയ്തർ നോർ വെച്ച് രണ്ട് സബ്ജക്ട്സിനെ കണക്ട് ചെയ്താൽ വെർബ് ഡിപ്പെൻഡ്സ് ഓൺ ദ ഫസ്റ്റ് സബ്ജക്റ്റ് എന്നാണോ സെക്കൻഡ് സബ്ജക്റ്റ് എന്നാണോ നമ്മൾ പഠിച്ചിട്ടുള്ളത്? നോട്ട് ഓൺലി ബട്ട് ഓൾസോ നെയ്തർ നോറ്, എയ്തർ ഓറ്, ഓറ് നോറ്. ഈ അഞ്ചെണ്ണം ഓർമ്മയുണ്ടോ? ഓറ്, നോറ്, എയ്തർ ഓറ്, നെയ്തർ നോറ്, നോട്ട് ഓൺലി ബട്ട് ഓൾസോ. ഇഫ് ടു സബ്ജക്ട്സ് ആർ കണക്റ്റഡ് ബൈ യൂസിങ് ഓറ്, നോറ്, എയ്തർ ഓറ്, നെയ്തർ നോറ്, നോട്ട് ഓൺലി ബട്ട് ഓൾസോ, ദ വെർബ് ഡിപ്പെൻഡ്സ് ഓൺ ദ സെക്കൻഡ് സബ്ജക്റ്റ് എന്നാണ് പഠിച്ചിട്ടുള്ളത്. ദ വെർബ് ഡിപ്പെൻഡ്സ് ഓൺ ദ സെക്കൻഡ് സബ്ജക്റ്റ്. ഇവിടുത്തെ സെക്കൻഡ് സബ്ജക്റ്റ് എന്ന് പറയുന്നത് സ്റ്റുഡൻസ് ആണ്. ഫസ്റ്റ് സബ്ജക്റ്റ് എന്ന് പറയുന്നത് ടീച്ചർ ആണ്. ഓക്കെ, ഇവിടുത്തെ വെർബ് എന്നുള്ളത് വോസ് ആണ്, സിംഗുലർ ആയിട്ടുള്ള വെർബാണ്. ഇവിടുത്തെ സ്റ്റുഡൻസ് എന്നുള്ള സബ്ജക്റ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കണം. ഇവിടുത്തെ സ്റ്റുഡൻസ് ആണ് ഇവിടുത്തെ സബ്ജക്റ്റ്. സ്റ്റുഡൻസ് സബ്ജക്റ്റ് പ്ലൂറൽ സബ്ജക്റ്റ് ആണ്. അപ്പൊ ഇവിടെ പ്ലൂറൽ വെർബ് അല്ലേ വരേണ്ടത്? അപ്പൊ വാസ് എന്തായി മാറണം? വേറായിട്ട് മാറണം. അപ്പൊ എന്താണ്? നെയ്തർ നോർ വെച്ച് രണ്ട് സബ്ജക്ട്സിനെ കണക്ട് ചെയ്താൽ വെർബ് ഡിപ്പെൻഡ്സ് ഓൺ ദ സെക്കൻഡ് സബ്ജക്ട് എന്നാണ്. ഓക്കെ ആണല്ലോ? രണ്ട് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഈച്ച് ഓഫിന്റെ റൂൾ പഠിച്ചു. നെയ്തർ നോർ വെച്ച് രണ്ട് സബ്ജക്ട്സിനെ കണക്ട് ചെയ്താൽ വെർബ് ഡിപ്പെൻഡ് ചെയ്യുന്നത് സെക്കൻഡ് സബ്ജക്റ്റിനാണെന്ന് പഠിച്ചു. ഓക്കെ, അപ്പൊ രണ്ട് റൂൾ എന്ന് പറഞ്ഞേ. ഈച്ച് ഓഫിന്റെ റൂൾ എന്താണ്? സോറി, അപ്പൊ ഈച്ച് ഓഫിന്റെ റൂൾ എന്താണ്? പ്ലൂറൽ ആയിട്ടുള്ള സബ്ജക്റ്റും സിംഗുലർ ആയിട്ടുള്ള വെർബുമാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പൊ ഈച്ച് ഓഫിന്റെ റൂൾ എന്താണ്? പ്ലൂറൽ സബ്ജക്റ്റും സിംഗുലർ ആയിട്ടുള്ള വെർബും യൂസ് ചെയ്യുക. നെയ്തർ നോർ വെച്ച് രണ്ട് സബ്ജക്ട്സിനെ കണക്ട് ചെയ്താൽ വെർബ് ഡിപ്പെൻഡ്സ് ഓൺ ദ സെക്കൻഡ് സബ്ജക്റ്റ് എന്നാണ്. സെക്കൻഡ് സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ വെർബും എന്തായിരിക്കണം? പ്ലൂറൽ ആയിരിക്കണം. ഓക്കെ, അടുത്തത്, എ നമ്പർ ഓഫ് ആപ്ലിക്കൻസ് ഈസ് വെയിറ്റിംഗ് ഔട്ട്സൈഡ് ദ ഇന്റർവ്യൂ റൂം. എ നമ്പർ ഓഫിന്റെ സ്ട്രക്ചറുള്ള റൂൾ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. എ നമ്പർ ഓഫ് ആപ്ലിക്കൻസ് ഈസ് വെയിറ്റിംഗ് ഔട്ട്സൈഡ് ദ ഇന്റർവ്യൂ റൂം. എ നമ്പർ ഓഫിന്റെ റൂൾ എന്താണ്? എ നമ്പർ ഓഫ്
പ്ലൂറൽ സബ്ജക്റ്റ് പ്ലസ് പ്ലൂറൽ വെർബ് എന്നാണ്. എന്താണ് എ നമ്പർ ഓഫിന്റെ റൂൾ? എന്താണ് എ നമ്പർ ഓഫ് പ്ലസ് പ്ലൂറൽ സബ്ജക്റ്റ് പ്ലസ് പ്ലൂറൽ വെർബ് എന്നാണ്. എ നമ്പർ ഓഫിന്റെ റൂൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എ നമ്പർ ഓഫ് പ്ലസ് പ്ലൂറൽ സബ്ജക്റ്റ് പ്ലസ് പ്ലൂറൽ വെർബാണ്. എ നമ്പർ ഓഫ് വന്നാൽ കൂടെ വരുന്ന സബ്ജക്റ്റും പ്ലൂറൽ ആയിരിക്കണം, വെർബും പ്ലൂറൽ ആയിരിക്കണം. സബ്ജക്റ്റ് ആപ്ലിക്കൻസ് പ്ലൂറൽ ആണ്, ഓൾറെഡി പ്ലൂറൽ ആണ്. സിംഗുലർ ആയിട്ടുള്ള വെർബാണ് അവിടെ യൂസ് ചെയ്തേക്കുന്നത്. ഈസ് ശരിയാകുമോ? ഇല്ല. ഈസിനെ നമ്മൾ എന്താക്കണം? വോസ് ആക്കണം. സോറി, ഈസിനെ നമ്മൾ എന്താക്കണം? ആറാക്കണം. ഓക്കെ. നമ്പർ ഓഫ് ആപ്ലിക്കൻസ് ആർ വെയിറ്റിംഗ് ഔട്ട്സൈഡ് ദ ഇന്റർവ്യൂ റൂം. അപ്പോൾ 3 ക്വസ്റ്റ്യൻസ് പഠിച്ചു. ഈച്ച് ഓഫിന്റെ റൂൾ എന്താണ്? ഈച്ച് ഓഫ് വന്നു കഴിഞ്ഞാൽ പ്ലൂറൽ ആയിട്ടുള്ള സബ്ജക്റ്റും സിംഗുലർ ആയിട്ടുള്ള വെർബും ആണ് യൂസ് ചെയ്യേണ്ടത്. ഈച്ച് ഓഫ് വന്നാലുള്ള റൂൾ എന്താണ്? ഈച്ച് ഓഫ് വന്നാൽ പ്ലൂറൽ ആയിട്ടുള്ള സബ്ജക്റ്റും സിംഗുലർ ആയിട്ടുള്ള വെർബും വേണം യൂസ് ചെയ്യാൻ. നെയ്തർ നോർ വെച്ച് 2 സബ്ജക്റ്റിനെ കണക്ട് ചെയ്താൽ വെർബ് ഡിപ്പെൻസ് ഓൺ ദ സെക്കൻഡ് സബ്ജക്റ്റ് എന്നാണ് പഠിച്ചിരിക്കേണ്ടത്. അപ്പോൾ ഈ ഫസ്റ്റ് വൺ പഠിച്ചത് ഈച്ച് ഓഫ് വന്നാൽ പ്ലൂറൽ ആയിട്ടുള്ള സബ്ജക്റ്റും സിംഗുലർ ആയിട്ടുള്ള വെർബും വരിക. നെയ്തർ നോർ വെച്ച് 2 സബ്ജക്റ്റിനെ കണക്ട് ചെയ്താൽ വെർബ് ഡിപ്പെൻസ് ഓൺ ദ സെക്കൻഡ് സബ്ജക്റ്റ് എന്ന് പറയുക. തേർഡ് വണ് എ നമ്പർ ഓഫിന്റെ റൂൾ എന്താണ്? എ നമ്പർ ഓഫ് വന്നു കഴിഞ്ഞാൽ പ്ലൂറൽ ആയിട്ടുള്ള സബ്ജക്റ്റും പ്ലൂറൽ ആയിട്ടുള്ള വെർബും വേണം യൂസ് ചെയ്യാൻ. അപ്പോൾ ഈസ് എന്തായി മാറി? ആറായിട്ട് മാറി. ഓക്കെ ആണല്ലോ. എ നമ്പർ ഓഫ് വന്നു കഴിഞ്ഞാൽ റൂൾ എന്താണ്? പ്ലൂറൽ ആയിട്ടുള്ള സബ്ജക്റ്റും പ്ലൂറൽ ആയിട്ടുള്ള വെർബും വേണം എ നമ്പർ ഓഫിനാണ്. എ നമ്പർ ഓഫ് തിരിഞ്ഞു പോകരുത്. എ നമ്പർ ഓഫും ദ നമ്പർ ഓഫും രണ്ടാണ് കേട്ടോ. അപ്പോൾ എ നമ്പർ ഓഫ് വന്നു കഴിഞ്ഞാൽ പ്ലൂറൽ ആയിട്ടുള്ള സബ്ജക്റ്റും പ്ലൂറൽ ആയിട്ടുള്ള വെർബും വേണം യൂസ് ചെയ്യാൻ. അടുത്തത് ദ നമ്പർ ഓഫിന്റെ റൂളാണ്. ദ നമ്പർ ഓഫ് വന്നു കഴിഞ്ഞാൽ പ്ലൂറൽ ആയിട്ടുള്ള സബ്ജക്റ്റും പ്ലൂറൽ ആയിട്ടുള്ള വെർബും അല്ല യൂസ് ചെയ്യേണ്ടത്, സിംഗുലർ ആയിട്ടുള്ള വെർബ് വേണം യൂസ് ചെയ്യാൻ. ദ നമ്പർ ഓഫ് പ്ലസ് പ്ലൂറൽ സബ്ജക്റ്റ് പ്ലസ് സിംഗുലർ വെർബ്. അതായത് എ നമ്പർ ഓഫ് ആണെന്നുണ്ടെങ്കിൽ രണ്ടുപേരും പ്ലൂറലാണ്. എ പ്ലൂറൽ സബ്ജക്റ്റും പ്ലൂറൽ വെർബും ആണ്. ദ നമ്പർ ഓഫ് വന്നു കഴിഞ്ഞാൽ പ്ലൂറൽ സബ്ജക്റ്റും സിംഗുലർ വെർബും ആണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ. അപ്പം എ നമ്പർ ഓഫ് ദ നമ്പർ ഓഫ് നമ്മുടെ ഡിഫറൻസ് എന്താണ്? ദ നമ്പർ ഓഫ് വന്നു കഴിഞ്ഞാൽ പ്ലൂറൽ ആയിട്ടുള്ള സബ്ജക്റ്റും സിംഗുലർ ആയിട്ടുള്ള വെർബും ആണ്. എ നമ്പർ ഓഫ് വന്നു കഴിഞ്ഞാൽ പ്ലൂറൽ ആയിട്ടുള്ള സബ്ജക്റ്റും പ്ലൂറൽ ആയിട്ടുള്ള വെർബും ആണ് യൂസ് ചെയ്യാൻ. അപ്പോൾ 4 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. 4ാമത്തെ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാം. ദ നമ്പർ ഓഫ് പ്ലസ് പ്ലൂറൽ സബ്ജക്റ്റ് പ്ലസ് സിംഗുലർ വെർബാണ്. സിംഗുലർ വെർബ് ആകുമ്പോൾ ഹാവ് മാറിയിട്ട് എന്തായിട്ട് മാറുന്നു? ഹാസ് ആയിട്ട് മാറുന്നു. അപ്പോൾ ഹാവും ഹാസും നമ്മൾ ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹാവ് ഈസ് കൺസിഡർഡ് ആസ് പ്ലൂറൽ ആൻഡ് ഹാസ് ഈസ് കൺസിഡർഡ് ആസ് സിംഗുലർ എന്നല്ലേ. അപ്പോൾ എ നമ്പർ ഓഫും ദ നമ്പർ ഓഫും രണ്ടാണ് കേട്ടോ. അപ്പോൾ എ നമ്പർ ഓഫ് വന്നു കഴിഞ്ഞാൽ പ്ലൂറൽ ആയിട്ടുള്ള സബ്ജക്റ്റും പ്ലൂറൽ ആയിട്ടുള്ള വെർബും വേണം യൂസ് ചെയ്യാൻ എ നമ്പർ ഓഫ് വന്നാൽ. ദ നമ്പർ ഓഫ് വന്നു കഴിഞ്ഞാൽ പ്ലൂറൽ ആയിട്ടുള്ള സബ്ജക്റ്റും സിംഗുലർ ആയിട്ടുള്ള വെർബും വേണം യൂസ് ചെയ്യാൻ. രണ്ടും ഓക്കെ അല്ലേ? ഓക്കെ ആണോ? അപ്പം എ നമ്പർ ഓഫും ദ നമ്പർ ഓഫും നമ്മൾ ഡിഫറൻസ് എന്താണ്? എ നമ്പർ ഓഫ് വന്നാൽ പ്ലൂറൽ സബ്ജക്റ്റും പ്ലൂറൽ വെർബും യൂസ് ചെയ്യുക. ദ നമ്പർ ഓഫ് വന്നു കഴിഞ്ഞാൽ പ്ലൂറൽ ആയിട്ടുള്ള സബ്ജക്റ്റും സിംഗുലർ ആയിട്ടുള്ള വെർബും വേണം യൂസ് ചെയ്യാൻ. ഓക്കെ. ഈച്ച് ഓഫിൻ്റെ റൂൾ എന്താണ്? ഈച്ച് ഓഫ് വന്നു കഴിഞ്ഞാൽ പ്ലൂറൽ സബ്ജക്റ്റും സിംഗുലർ ആയിട്ടുള്ള വെർബും വേണം യൂസ് ചെയ്യാൻ ഈച്ച് ഓഫ്. നെയ്തർ നോർ വെച്ച് 2 സബ്ജക്റ്റിനെ കണക്ട് ചെയ്താൽ വെർബ് ഡിപ്പെൻസ് ഓൺ ദ സെക്കൻഡ് സബ്ജക്റ്റ് എന്നാണ്. ഓക്കെ. ഇനി അടുത്തത് എ നമ്പർ ഓഫ് വന്നു കഴിഞ്ഞാൽ പ്ലൂറൽ സബ്ജക്റ്റും പ്ലൂറൽ വെർബും ആണ്. ദ നമ്പർ ഓഫ് വന്നു കഴിഞ്ഞാൽ പ്ലൂറൽ സബ്ജക്റ്റും സിംഗുലർ വെർബും ആണ് യൂസ് ചെയ്യേണ്ടത്. അടുത്ത വൺ ഓഫ് ദ മോസ്റ്റ് ടാലന്റഡ് പ്ലേയേഴ്സ് ഹാവ് ബീൻ സെലക്ടഡ് ഫോർ ദ ടീം. അത് വൺ ഓഫിന്റെ റൂള്. ഈച്ച് ഓഫിന്റെ റൂൾ എന്താണ്? അത് തന്നെയാണ് വൺ ഓഫിനും. വൺ ഓഫ് പ്ലസ് പ്ലൂറൽ സബ്ജക്റ്റ് പ്ലസ് സിംഗുലർ വെർബ് എന്നാണ്. ഓക്കെ. വൺ ഓഫ് ദ മോസ്റ്റ് ടാലന്റഡ് പ്ലേയേഴ്സ്. വൺ ഓഫിന്റെ റൂൾ എന്താണെന്ന് വെച്ചാൽ ദ മോസ്റ്റ് ടാലന്റഡ് പ്ലേയേഴ്സ് പ്ലൂറൽ സബ്ജക്റ്റ് ഹാവ് എന്തായിട്ട് മാറി? അത് ഹാസ് ആയിട്ട് മാറി. ഹാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വൺ ഓഫ് വന്നു കഴിഞ്ഞാൽ സിംഗുലർ ആയിട്ടുള്ള വെർബ് വേണം യൂസ് ചെയ്യാൻ. അപ്പോൾ വൺ ഓഫ് ദ മോസ്റ്റ് ടാലന്റഡ് പ്ലേയേഴ്സ് ഹാസ് ബീൻ സെലക്ടഡ് ഫോർ ദ ടീം എന്ന് വന്നു. അപ്പോൾ വൺ ഓഫിന്റെ റൂളും ഈച്ച് ഓഫിന്റെ റൂളും ഒന്ന് തന്നെയാണ്. വൺ ഓഫ് വന്നാലോ ഈച്ച് ഓഫ് വന്നാലോ പ്ലൂറൽ ആയിട്ടുള്ള സബ്ജക്റ്റും സിംഗുലർ ആയിട്ടുള്ള വെർബും വേണം യൂസ് ചെയ്യാൻ. അപ്പോൾ എന്താണ് ഓർത്തിരിക്കേണ്ടത്? വൺ ഓഫ് വന്നാലും ഈച്ച് ഓഫ് വന്നാലും പ്ലൂറൽ സബ്ജക്റ്റും സിംഗുലർ വെർബും യൂസ് ചെയ്യുക. ഫസ്റ്റ് വണ്ണും ഫിഫ്ത്ത് വണ്ണും ഓർത്തിരിക്കുക. അപ്പോൾ ഈച്ച് ഓഫ് വന്നാലോ വൺ ഓഫ് വന്നാലോ പ്ലൂറൽ സബ്ജക്റ്റും സിംഗുലർ വെർബും യൂസ് ചെയ്യുക. നെയ്തർ നോർ വെച്ച് 2 സബ്ജക്ട്സിനെ കണക്ട് ചെയ്താൽ വെർബ് ഡിപ്പെൻസ് ഓൺ ദ സെക്കൻഡ് സബ്ജക്റ്റ് എന്നാണ്. എ നമ്പർ ഓഫ് വന്നു കഴിഞ്ഞാൽ പ്ലൂറൽ ആയിട്ടുള്ള സബ്ജക്റ്റും പ്ലൂറൽ ആയിട്ടുള്ള വെർബും വേണം യൂസ് ചെയ്യാൻ. ദ നമ്പർ ഓഫ് വന്നു കഴിഞ്ഞാൽ പ്ലൂറൽ സബ്ജക്റ്റും സിംഗുലർ വെർബും വേണം നമ്മൾ യൂസ് ചെയ്യാൻ. 5 ക്വസ്റ്റ്യൻസ് ഓക്കെ ആണോ നോക്കിക്കേ.
ഓക്കെ. ഷീ ഈസ് മാരീഡ് വിത്ത് എ ഡോക്ടർ വർക്കിംഗ് ഇൻ എ ഗവൺമെന്റ് ഹോസ്പിറ്റൽ. അതായത് ഇത് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്, 6th വണ്. ഷീ ഈസ് മാരീഡ് വിത്ത് എ ഡോക്ടർ വർക്കിംഗ് ഇൻ എ ഗവൺമെന്റ് ഹോസ്പിറ്റൽ. ഇതങ്ങ് നോക്കുക, ഇതങ്ങ് മാറ്റി നിർത്തും. നമുക്ക് അറിയേണ്ട കാര്യങ്ങൾ ഇതല്ല. വർക്കിംഗ് ഇൻ എ ഗവൺമെന്റ് ഹോസ്പിറ്റൽ എന്നുള്ളതല്ല, ഷീ ഈസ് മാരീഡ് വിത്ത് എ ഡോക്ടർ എന്നുള്ളതാണ്. ഓക്കെ. ഈ മാരീഡ് എന്ന് പറയുന്ന വേർഡിന് ശേഷം നമ്മൾ യൂസ് ചെയ്യുന്ന പ്രിപ്പോസിഷൻ അത് ടു ആയിരിക്കണം. മാരീഡ് എന്ന് പറയുന്ന വേർഡിന് ശേഷം ഒരു യൂസ് ചെയ്യുന്ന പ്രിപ്പോസിഷൻ ഏതാണ്? ആരായിരിക്കണം? ഒരു വിത്ത് ആയിരിക്കരുത്, ബൈ ആയിരിക്കരുത്. നമ്മൾ അതിന് പകരം യൂസ് ചെയ്യേണ്ട പ്രിപ്പോസിഷൻ എപ്പോഴും ടു ആയിരിക്കണം. അപ്പൊ ഷീ ഈസ് മാരീഡ് ടു എ ഡോക്ടർ എന്നായിരിക്കണം. ടു എ ഡോക്ടർ. ഓക്കെ. മാരീഡ് മാത്രമല്ല, നോൺ, KNOW നോൺ എന്ന് പറയുന്ന V3ക്ക് ശേഷവും നമ്മൾ ടു എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ വേണം യൂസ് ചെയ്യാൻ. പാസീവ് വോയിസ് സെന്റൻസ് ആണ് ഇത് കേട്ടോ. അപ്പോൾ പാസീവ് വോയിസ് സെന്റൻസിൽ മാരീഡ് എന്ന് പറയുന്ന വേർഡിന് സെന്റൻസിന് ശേഷമോ നോൺ എന്ന് പറയുന്ന സെന്റൻസിന് ശേഷം നമ്മൾ റൂളായിട്ട് അത് പഠിച്ചിട്ടുള്ളതാണ്. പ്രിഫർ, ജൂനിയർ, സീനിയർ, എക്സ്റ്റീരിയർ, പോസ്റ്റീരിയർ, അൾട്ടീരിയർ എന്ന് കുറേ ക്വസ്റ്റ്യൻസ് വേർഡ്സ് തന്നിട്ടില്ലായിരുന്നു മിസ്. ആൻസിലറി എന്നൊക്കെ പറയുന്ന കുറച്ച് വേർഡ്സ് ഉള്ളത്, കുറച്ച് സെന്റൻസ്, കുറേ വേർഡ്സ് ടു എന്ന് പറയുന്ന ഫിക്സഡ് ആയിട്ടുള്ള പ്രിപ്പോസിഷൻ വരണമെന്ന് പറഞ്ഞ് കുറച്ച് വേർഡ്സ് തന്നിട്ടില്ലയോ? IORൽ അവസാനിക്കുന്ന ഏതൊരു വേർഡിന് ശേഷം ടു എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ യൂസ് ചെയ്യണം, അതിനകത്ത് ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു മാരീഡ് എന്ന് പറയുന്ന വേർഡിന് ശേഷവും നോൺ എന്ന് പറയുന്ന V3ക്ക് ശേഷവും നമ്മൾ ടു എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ എന്ന്. ഓക്കെ. അപ്പോൾ വിത്തോ ബയ്യോ ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല. പ്രിലിംസിന് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഷീ ഈസ് മാരീഡ് ടു എ ഡോക്ടർ വർക്കിംഗ് ഇൻ എ ഗവൺമെന്റ് ഹോസ്പിറ്റൽ. അപ്പോൾ എന്താണ് 6th ക്വസ്റ്റ്യനിൽ നിന്ന് പഠിച്ചത്? മാരീഡ് എന്ന് പറയുന്ന വേർഡിന് ശേഷവോ നോൺ എന്ന് പറയുന്ന V3ക്ക് ശേഷവോ നമ്മൾ എന്താണ് യൂസ് ചെയ്യേണ്ടത്? ടു എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ മാത്രമാണ് യൂസ് ചെയ്യേണ്ടത്. മാരീഡ്, നോൺ, ഈ രണ്ട് വേർഡിന് ശേഷവും രണ്ട് പാസീവ് വോയിസ് സെനൻസിൽ വന്നാലാണ് കേട്ടോ. ഈ രണ്ട് വേർഡ്സും പാസീവ് വോയിസ് സെനൻസിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന് ശേഷം വരുന്ന പ്രിപ്പോസിഷൻ എപ്പോഴും ടു ആയിരിക്കണം. ബയ്യോ വിത്തോ ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല. ഓക്കെ. നമ്മുടെ മനസ്സിലോട്ട് ഓടി വരുന്നത് ബൈ ആയിരിക്കും അല്ലെങ്കിൽ വിത്ത് ആയിരിക്കും, ടു ഒരിക്കലും വരില്ല. അപ്പോൾ ഓർത്തിരിക്കുക. അപ്പോൾ മാരീഡ് ആയാലും നോൺ ആയാലും പാസീവ് വോയിസിലോട്ട് വരുമ്പോൾ ഇതിന് ശേഷം യൂസ് ചെയ്യുന്ന പ്രിപ്പോസിഷൻ എപ്പോഴും എന്തായിരിക്കണം? അത് ടു ആയിരിക്കണം. Married and known. Okay. Then he insisted to pay the bill despite our objections. അതായത് ചില വേർഡ്സിന് ചില ഫിക്സഡ് പ്രിപ്പോസിഷൻസ് ഉണ്ട്, ചില വേർഡ്സിന് ചില ഫിക്സഡ് ആയിട്ടുള്ള പ്രിപ്പോസിഷൻസ് ഉണ്ട്. അങ്ങനെ ചില ഫിക്സഡ് പ്രിപ്പോസിഷൻ വരുന്ന വേർഡാണ് പ്രിഫർ എന്ന് പറയുന്ന വേർഡിന് ഫിക്സഡ് പ്രിപ്പോസിഷൻ ടു ആണല്ലേ. അങ്ങനെ ചില വേർഡ്സിന് ചില ഫിക്സഡ് പ്രിപ്പോസിഷൻ ഉണ്ട്. ആ പ്രിപ്പോസിഷൻ മാത്രമേ നമ്മൾ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അതേപോലെ ഒരു ഫിക്സഡ് പ്രിപ്പോസിഷൻ വരുന്ന വേർഡാണ് ഇൻസിസ്റ്റ്. ഇൻസിസ്റ്റ് എന്ന് പറയുന്ന വേർഡിന് ശേഷം വരുന്നത് എന്താണ്? ഓൺ ആണ്. എന്താണ് വരുന്നത്? ഓൺ. ഇൻസിസ്റ്റ് എന്ന് പറയുന്ന വേർഡിനോടൊപ്പം ചേർന്ന് വരുന്ന പ്രിപ്പോസിഷൻ എപ്പോഴും എന്തായിരിക്കണം? ഓൺ ആയിരിക്കണം. ഈ ഇൻസിസ്റ്റഡ് ഓൺ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഓൺ എന്ന് പറയുന്ന വേർഡിന് ശേഷം വരുന്ന വെർബ് എപ്പോഴും V4 ആയിരിക്കണം. ഓൺ പ്ലസ് V4. ഓണിന്റെ കൂടെ നമ്മൾ V1 യൂസ് ചെയ്യാൻ പാടില്ല, അത് തെറ്റാണ് കേട്ടോ. ഓണിന്റെ കൂടെ നമ്മൾ V4 അപ്പോൾ ഓൺ ഇവിടെ വന്നു കഴിയുമ്പോൾ പേ എന്തായി മാറും? പേയിങ് ആയി മാറും. He insisted on paying the bills despite our objections. മനസ്സിലായോ? അപ്പം ഇൻസിസ്റ്റ് എന്ന് പറയുന്ന വേർഡിനോടൊപ്പം ചേർന്ന് വരുന്ന പ്രിപ്പോസിഷൻ എപ്പോഴും എന്തായിരിക്കണം? ഓൺ ആയിരിക്കണം. ഇൻസിസ്റ്റ് എന്ന് പറയുന്ന വേർഡിനോടൊപ്പം ചേർന്ന് വരുന്ന ഫിക്സഡ് പ്രിപ്പോസിഷൻ ആണ് ഓൺ. ഓക്കെ. അപ്പം ഷീ ഈസ് മാരീഡ് വിത്ത് എ ഡോക്ടർ എന്നുള്ളത് എന്തായി മാറി? ടു ആയി. എന്താ കാരണം അറിയാമല്ലോ. അപ്പം മാരീഡ് എന്ന് പറയുന്നത് ഒരു പാസീവ് വോയിസ് സെന്റൻസ് ആണ്. പാസീവ് വോയിസ് ആണോ എന്ന് അറിയാൻ നോക്കാനുണ്ട്. ഈ സ്ട്രക്ചർ വന്ന പാസീവ് വോയിസ് ആയിരിക്കും. ഈസ് ആം ആർ പ്ലസ് V3 എന്നോ വാസ് ഓർ വെയർ പ്ലസ് V3 എന്ന സ്ട്രക്ചർ വന്നു കഴിഞ്ഞാൽ അത് പാസീവ് വോയിസ് സെന്റൻസ് ആയിരിക്കും. ഈ സ്ട്രക്ചർ വന്നാൽ ഈസാം ആർ പ്ലസ് V3 എന്നോ ഈ വാസ് ഓർ വെയർ പ്ലസ് V3 എന്ന സ്ട്രക്ചർ വന്നു കഴിഞ്ഞാൽ അത് പാസീവ് വോയിസ് സ്ട്രക്ചർ ആയിരിക്കും. അപ്പോൾ ഈ പാസീവ് വോയിസ് സ്ട്രക്ചറിൽ മാരീഡ് എന്ന് പറയുന്ന വേർഡ് വന്നാലോ നോൺ എന്ന് പറയുന്ന വേർഡ് വന്നാലോ അതിനോടൊപ്പം ചേർന്ന് വരുന്ന പ്രിപ്പോസിഷൻ എപ്പോഴും ടു ആയിരിക്കണം. ഓക്കെ. പിന്നെ പഠിച്ചത് ഇൻസിസ്റ്റ് എന്ന് പറയുന്ന വേർഡിന്റെ ഫിക്സഡ് പ്രിപ്പോസിഷൻ ആണ്. ഇൻസിസ്റ്റ് എന്ന് പറയുന്ന വേർഡിന്റെ ഫിക്സഡ് പ്രിപ്പോസിഷൻ ഓൺ ആണ്. അപ്പോൾ ഇൻസിസ്റ്റ് ടു എന്ന് എന്തായി മാറി? ഓണായി മാറി. ഇൻസിസ്റ്റ് ഓണായി മാറി. ഓൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പേ എന്ന് പറയുന്ന വേർഡ് V1 പറ്റത്തില്ല. ഓണിനോടൊപ്പം പിന്നെ V1 അല്ല പറ്റുന്നത്, ഓണിനോടൊപ്പം എന്താ വരുന്നത്? V4. അപ്പം പേ എന്തായി മാറി? അത് പേയിങ് ആയി മാറി. ഇൻസിസ്റ്റ് ഓൺ പേയിങ് എന്നായി മാറി. ഓക്കെ ആണല്ലോ. അപ്പോൾ വാട്ട് ഇസ് എ ഫിക്സഡ് പ്രിപ്പോസിഷൻ കമ്മിങ് ആഫ്റ്റർ ദ വേർഡ് ഇൻസിസ്റ്റ്? ദാറ്റ് ഈസ് ഓൺ. ഓക്കെ അല്ലേ. അപ്പോൾ ഇൻസിസ്റ്റ് എന്ന് പറയുന്ന വേർഡിനോടൊപ്പം ചേർന്ന് വരുന്ന പ്രിപ്പോസിഷൻ ഏതാണെന്ന് ചോദിച്ചാൽ അത് ഓൺ ആണ്. The company is comprised with several smaller firms. അതേപോലെ ഫിക്സഡ് പ്രിപ്പോസിഷൻ വരുന്ന ഒരു വേർഡാണ് കംപ്രൈസ്ഡ്. കംപ്രൈസ്ഡ് മീൻസ് കൺസിസ്റ്റഡ് എന്നാണ്. കംപ്രൈസ്ഡ് എന്ന് പറയുന്ന വേർഡിനോടൊപ്പം ചേർന്ന് വരുന്ന പ്രിപ്പോസിഷൻ ഓഫ് ആണ്. കംപ്രൈസ്ഡ് ഓഫ് എന്നാണ് വരുന്നത്. The company is comprised of several smaller firms. Comprised of, consist of എന്നൊക്കെ പറയുന്നത് കംപ്രൈസ്ഡ് ഓഫ് എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇൻസിസ്റ്റ് ഓൺ എന്ന് പറയണം, കംപ്രൈസ്ഡ് ഓഫ് എന്ന് പറയണേ. അപ്പോൾ ഇൻസിസ്റ്റ് എന്ന് പറയുന്ന വേർഡിനോടൊപ്പം ചേർന്ന് വരുന്ന വേർഡ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിപ്പോസിഷൻ ഏതാണെന്ന് ചോദിച്ചാൽ അത് ഓൺ ആണ്.
കംപ്രൈസ് എന്ന് പറയുന്ന വേർഡിനോടൊപ്പം ചേർന്ന് വരുന്ന പ്രിപ്പോസിഷൻ അത് ഓഫ് ആയിരിക്കണം. ഓക്കെ, ദ കമ്പനി ഈസ് കംപ്രൈസ്ഡ് ഓഫ് സെവറൽ സ്മോളർ ഫേംസ് എന്ന് വന്നു. അപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഷീ ഈസ് മാരീഡ് വിത്ത് എ ഡോക്ടർ വർക്കിംഗ് ഇൻ എ ഗവൺമെന്റ് ഹോസ്പിറ്റൽ. അതിനകത്ത് മാരീഡ് എന്ന് പറയുന്ന വേർഡിനോടൊപ്പം ചെറുതൊരു പാസീവ് വോയിസ് സ്ട്രക്ചറൽ സെന്റൻസ് ആണ്. മാരീഡ്, നോൺ എന്ന് പറയുന്ന ഈ രണ്ട് വേർഡിന് ശേഷവും ടു എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ നമ്മൾ യൂസ് ചെയ്യാൻ പാടുള്ളൂ. വിത്തോ ബയോ യൂസ് ചെയ്യാൻ പാടില്ല. ഇൻസിസ്റ്റ് എന്ന് പറയുന്ന വേർഡിന് ശേഷം നമ്മൾ യൂസ് ചെയ്യുന്ന പ്രിപ്പോസിഷൻ എപ്പോഴും ഓൺ ആയിരിക്കണം. ഒരു കാരണവശാലും ടു ആയിരിക്കരുത്. ഓക്കെ, ഇൻസിസ്റ്റിന്റെ ഫിക്സഡ് പ്രിപ്പോസിഷൻ ഓൺ ആണ്. ഓൺ ആയപ്പോഴത്തേന് ഓണിനോടൊപ്പം V1 ചേരത്തില്ല. V1 എന്തായി മാറി? V4 ആയിട്ട് മാറി. അപ്പോൾ ഓൺ എന്തായി മാറി? ഓൺ പേയിങ് ആയിട്ട് മാറി. അതുപോലെ കംപ്രൈസ്ഡ് എന്ന് പറയുന്ന വേർഡിനോടൊപ്പം ചേർന്ന് വരുന്ന പ്രിപ്പോസിഷനും അത് ഓഫ് ആണ്. ഓക്കെ, കംപ്രൈസ്ഡ് ഓഫ് എന്ന് പറയണം. ഇനി ദ മാനേജർ ഡിസ്കസ്ഡ് അബൌട്ട് ദ പ്രപ്പോസൽ ഡ്യൂറിങ് ദ മീറ്റിംഗ്. അതായത് ഈ സെന്റൻസിൽ ഡിസ്കസ്ഡ് എന്ന് പറയുന്ന വേർഡിന് ഒരു പ്രിപ്പോസിഷന്റെ ആവശ്യം വരുന്നില്ല. ഡിസ്കസ്ഡ് എബൌട്ട് ദ മീറ്റിംഗ് എന്നോ ഒന്നിന്റെ എബൌട്ട് ദ പ്രപ്പോസലിന് ഒന്നിന്റെ ആവശ്യമില്ലാത്തൊരു വേർഡാണ് ഡിസ്കസ്ഡ്. നോ നീഡ് ഓഫ് എനി പ്രിപ്പോസിഷൻ ആഫ്റ്റർ ദ വേർഡ് ഡിസ്കസ്ഡ്. കേട്ടോ, കിട്ടിയോ? അപ്പൊ ഡിസ്കസ്ഡ് എന്ന് പറയുന്ന വേർഡിന് ശേഷം ഒരു തരം പ്രിപ്പോസിഷനെയും ആവശ്യമായി വരുന്നില്ല. അപ്പൊ ഡിസ്കസ്ഡ് എന്ന് പറയുന്ന വേർഡിന് ശേഷം ഒരു തരത്തിലുള്ള പ്രിപ്പോസിഷനെയും ആവശ്യമായിട്ട് വരുന്നില്ല. ഡിസ്കസ്ഡ് അബൌട്ട് ദ മാറ്റർന്നോ ഡിസ്കസ്ഡ് ദ മാറ്റർന്ന് മാത്രം മതി. ഡിസ്കസ്ഡ് അബൌട്ട് ദ പ്രപ്പോസലിനോ അങ്ങനെ ഒന്നും പറയാൻ പാടില്ല. ഡിസ്കസ്ഡ് ദ മാറ്റർ അല്ലെങ്കിൽ ഡിസ്കസ്ഡ് ദ പ്രപ്പോസൽ എന്ന് മാത്രം പറയാൻ പാടുള്ളൂ. അപ്പൊ ഡിസ്കസ്ഡ് എന്ന് പറയുന്ന വേർഡിന് യാതൊരു തരത്തിലുള്ള പ്രിപ്പോസിഷന്റെ ആവശ്യമായി വരുന്നില്ല. Then hardly had the train left the station than it started rain heavily. ഈ സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഹാർഡ്ലിയിലാണ് അല്ലെ? ഹാർഡ്ലി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഹാർഡ്ലി വെച്ചൊരു സെന്റൻസ് സ്റ്റാർട്ട് ചെയ്താൽ അവിടെ അതിനുശേഷം ഓക്സിലറി വെർബ് വരണം എന്ന് പഠിച്ചിട്ടുണ്ട് സബ്ജക്റ്റിന് മുന്നേ. അപ്പോൾ ദ ട്രെയിൻ തൊട്ട് മുന്നേ എന്ത് വന്നു? ഹാഡ് വന്നു. അത് ശരിയാണ്. അപ്പം സബ്ജക്റ്റ് ഇൻവേർഷൻ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഹാർഡ്ലി വെച്ചിട്ടൊരു സെന്റൻസ് സ്റ്റാർട്ട് ചെയ്താൽ അതിന്റെ കണക്റ്റിംഗ് വേർഡ് ദാൻ അല്ല. അതിന്റെ കണക്റ്റിംഗ് വേർഡ് എന്തായിരിക്കണം? വെൻ ആയിരിക്കണം. ഹാർഡ്ലിയുടെ കണക്റ്റിംഗ് വേർഡ് എന്താണ്? വെൻ ആണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഹാർഡ്ലിയുടെ കണക്റ്റിംഗ് വേർഡ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാൻ അല്ല. ദാൻ വരുന്നത് വേറൊരു സെന്റൻസിനാണ്. അത് അടുത്ത ക്വസ്റ്റ്യനായിട്ട് വരുന്നുണ്ട്. ഓക്കെ, അപ്പം ഹാർഡ്ലി എന്ന് ഹാർഡ്ലി എന്ന് പറയുന്ന വേർഡ് വെച്ച് ഒരു സെന്റൻസ് സ്റ്റാർട്ട് ചെയ്താൽ ആ സെന്റൻസിൽ സബ്ജക്റ്റ് ഇൻവേർഷൻ സംഭവിച്ചിരിക്കണം. ഹാർഡ്ലി മാത്രമല്ല, ഹാർഡ്ലി, ബെയർലി, റയർലി, സ്കേഴ്സ്ലി, നോ, സൂണർ ഇത്രയും വരുന്ന വേർഡ് വരുന്ന സെന്റൻസിൽ സബ്ജക്റ്റ് ഇൻവേർഷൻ സംഭവിച്ചിരിക്കണം. ഹാർഡ്ലി, ബെയർലി, റയർലി, സ്കേഴ്സ്ലി എന്ന് പറയുന്ന വേർഡ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന സെന്റൻസിൽ വെൻ ആണ് കണക്റ്റിംഗ് വേർഡ്. നോ സൂണർ എന്ന് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന സെന്റൻസിലാണ് ദാൻ എന്ന കണക്റ്റിംഗ് വേർഡ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, എന്താണ് സബ്ജക്റ്റ് ഇൻവേർഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്സിലറി വെർബ് കംസ് ബിഫോർ ദ സബ്ജക്റ്റ് എന്നാണ്. സബ്ജക്റ്റിന് മുന്നായിട്ട് എന്ത് വരണം? ഓക്സിലറി വെർബ് വരണം. ഇവിടെ ഓക്സിലറി വെർബായിട്ട് ഇവിടെ ഹാഡ് ഉണ്ട്. ഇവിടെ സബ്ജക്റ്റ് ആയിട്ട് എന്തുണ്ട്? ദ ട്രെയിൻ ഉണ്ട്. അപ്പം ഇത് ശരിയാണ്. ഇത് ശരിയാണ്. ഓക്കെ, ഇത് ശരിയാണ്. ഇവിടെ പക്ഷേ എന്താണ്? ദാൻ എന്ന് പറയുന്ന വേർഡ് കയറി വന്നതാണ് തെറ്റായിട്ട് വന്നത്. അപ്പോൾ ദാൻ എന്തായി മാറി? വെൻ ആയിട്ട് മാറി അല്ലേ? പിടി കിട്ടിയോ? അപ്പം നമ്മൾ 10 ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്ത് ഹാർഡ്ലി എന്നുള്ള വേർഡ് വെച്ച് ഒരു സെന്റൻസ് സ്റ്റാർട്ട് ചെയ്താൽ അവിടെ സബ്ജക്റ്റ് ഇൻവേർഷൻ സംഭവിച്ചിരിക്കണം. ഓക്കെ, അപ്പോൾ ഹാർഡ്ലി വെച്ചിട്ട് ഒരു സെന്റൻസ് സ്റ്റാർട്ട് ചെയ്താൽ അവിടെ എന്ത് സംഭവിച്ചിരിക്കണം? അവിടെ സബ്ജക്റ്റ് ഇൻവേർഷൻ സംഭവിച്ചിരിക്കണം. ഹാർഡ്ലി വെച്ചൊരു സെന്റൻസ് സ്റ്റാർട്ട് ചെയ്താൽ അതിൻ്റെ കണക്റ്റിംഗ് വേർഡ് ദാൻ അല്ല, അത് വെൻ ആയിരിക്കണം. അപ്പോൾ 10 ക്വസ്റ്റ്യൻ നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത്. ഓക്കെ, ഒന്ന് നോക്കിക്കോ. ഓക്കെ ആണോ? നോക്കി. ഞാൻ അതെല്ലാം റബ്ബ് ചെയ്തത് നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ ആൻസർ റബ്ബ് ചെയ്ത് കളഞ്ഞത്. ഓക്കെ ആണെന്ന് ഒന്ന് നോക്കിയേ. ഫസ്റ്റ് വൺ, മാരീഡ് എന്ന് പറയുന്ന വേർഡിന് ശേഷവും നോൺ എന്ന് KNW നോൺ എന്ന് പറയുന്ന വേർഡിന് ശേഷവും വരുന്ന പ്രിപ്പോസിഷൻ എന്തായിരിക്കണം? ടു ആയിരിക്കണം. പാസീവ് വോയിസ് സ്ട്രക്ചറിലാണ് കേട്ടോ. അപ്പം മാരീഡ് എന്ന് പറയുന്ന വേർഡിന് ശേഷവും നോൺ എന്ന് പറയുന്ന വേർഡിന് ശേഷവും വരുന്ന പ്രിപ്പോസിഷൻ എന്തായിരിക്കണം? അത് ടു ആയിരിക്കണം. ഓക്കെ, അപ്പോൾ മാരീഡ് എന്ന് പറയുന്ന വേർഡിന് ശേഷവും നോൺ എന്ന് പറയുന്ന വേർഡിന് ശേഷവും നമ്മൾ ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻ അപ്പോൾ അത് ടു ആയിരിക്കണം. ദെൻ ഈ ഇൻസിസ്റ്റ് എന്ന് പറയുന്ന വേർഡിന് ശേഷം വരുന്ന പ്രിപ്പോസിഷൻ ഓൺ ആണ്. ഓക്കെ, ഇൻസിസ്റ്റ് എന്ന് പറയുന്ന വേർഡിന് ശേഷം വരുന്ന പ്രിപ്പോസിഷൻ എന്തായിരിക്കണം? ഓൺ ആണ്. ഓക്കെ, അപ്പോൾ മാരീഡ് നോൺ, KNW നോൺ ആണ്. അപ്പോൾ മാരീഡ് നോൺ എന്ന് പറയുന്ന വേർഡിന് ശേഷം വരുന്ന പ്രിപ്പോസിഷൻ ടു ആണ്. ഇൻസിസ്റ്റ് എന്ന് പറയുന്ന വേർഡിന് ശേഷം വരുന്ന പ്രിപ്പോസിഷൻ ആണ് ഓൺ. തെറ്റിരിഞ്ഞു പോകരുത് കേട്ടോ. ഇൻസിസ്റ്റ് എന്ന് പറയുന്ന വേർഡിന് ശേഷം ഓൺ വന്നാൽ ഓണിന് ശേഷം നമ്മൾ V1 ഉപയോഗിക്കാൻ പാടില്ല. ഓണിന് ശേഷം നമ്മൾ വെർബ് ഫോം ഉപയോഗിക്കുകയാണെങ്കിൽ അത് V4 ആയിരിക്കണം.
അപ്പോൾ പേ എന്തായിട്ട് മാറി? പേയിങ് ആയിട്ട് മാറി. അപ്പോൾ ഹി ഇൻസിസ്റ്റഡ് ഓൺ പേയിങ്. ഹി ഇൻസിസ്റ്റഡ് ഓൺ പേയിങ്. He insisted on paying the bills despite our objections എന്ന് വന്നു. ഓക്കെ, അടുത്തത് കംപ്രൈസ്ഡ് എന്ന് പറയുന്ന വേർഡിന് ശേഷം നമ്മൾ ഓഫ് ആ ഉപയോഗിക്കേണ്ടത്. കംപ്രൈസ്ഡ് എന്ന് പറയുന്ന വേർഡിന് ശേഷം വരുന്ന ഫിക്സഡ് പ്രിപ്പോസിഷൻ കംപ്രൈസ്ഡ് ഓഫ്, അടങ്ങിയിരിക്കുന്നു. കംപ്രൈസ്ഡ് മീൻസ് അടങ്ങിയിരിക്കുന്നു എന്നാണ് അല്ലേ. കമ്പനി ഈസ് കംപ്രൈസ്ഡ് ഓഫ്. കൺസിസ്റ്റ് ആണെങ്കിൽ ഓഫ് ആണ്, കംപ്രൈസ്ഡ് ആണെങ്കിൽ ഓഫ് ആണ്. ഓക്കെ, The manager discussed about the proposal during the meeting. ഡിസ്കസ്ഡ് എന്ന് പറയുന്ന വേർഡിന് ശേഷം ഒരു തരത്തിലുള്ള പ്രപ്പോസലിന്റെ ആവശ്യമായി വരുന്നില്ല. അപ്പം ഡിസ്കസ്ഡ് എന്ന് പറയുന്ന വേർഡിന് ശേഷം ഒരു തരത്തിലുള്ള പ്രപ്പോസലിന് ആവശ്യമായി വരുന്നില്ല. അങ്ങനത്തെ ഒരു വേർഡാണ് ഡിസ്കസ്ഡ്. ഡിസ്കസ്ഡ് എന്ന് പറയുന്ന വേർഡിന് ശേഷം യാതൊരു തരത്തിലുള്ള പ്രപ്പോസിഷനും ആവശ്യമില്ല. ദെൻ ഹാർഡ്ലി, ബെയർലി, റെയർലി, സ്കേഴ്സ്ലി. ഹാർഡ്ലി ഉണ്ട്, ബെയർലി ഉണ്ട്, റെയർലി ഉണ്ട്, സ്കേഴ്സ്ലി ഉണ്ട്. ഈ 4 വേർഡ് വന്നാലും ഈ ഇവിടെ നമ്മൾ അത് കഴിഞ്ഞതിന് ശേഷം ഓക്സിലറി വെർബ് വന്നിരിക്കണം. സബ്ജക്റ്റിന് മുന്നായിട്ട് ഓക്സിലറി വെർബ് വന്നിരിക്കണം. അതായത് സബ്ജക്റ്റ് ഇൻവേർഷൻ എന്ന് പറയുന്നത്. സബ്ജക്റ്റ് ഇൻവേർഷൻ, സബ്ജക്റ്റ് ഇൻവേർഷൻ. അതായത് ഓക്സിലറി വെർബ് കംസ് ബിഫോർ ദ സബ്ജക്റ്റ് എന്നാണ്. ഓക്സിലറി വെർബ് കംസ് ബിഫോർ ദ സബ്ജക്റ്റ്, സബ്ജക്റ്റ് ഇൻവേർഷൻ എന്നാണ്. അതായത് അതിനുശേഷം ദാൻ എന്ന കണക്റ്റിംഗ് വേർഡ് അല്ല ഹാർഡ്ലിക്ക്. ഹാർഡ്ലിക്ക് വെൻ എന്ന കണക്റ്റിംഗ് വേർഡാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് കേട്ടോ. ഹാർഡ്ലിക്ക് വെൻ എന്ന കണക്റ്റിംഗ് വേർഡാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ 10 ക്വസ്റ്റ്യനും ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അടുത്തത് നോ സൂണർ ഹാഡ് ഷി റീച്ച്ഡ് ഹോം വെൻ ദ ഫോൺ റാങ്. നോ സൂണർ ഹാഡ് ഷി റീച്ച്ഡ് ഹോം വെൻ ദ ഫോൺ റാങ്. മുമ്പേ പറഞ്ഞതുപോലെ തന്നെ നോ സൂണർ വെച്ചിട്ട് ഒരു സെന്റൻസ് സ്റ്റാർട്ട് ചെയ്താൽ, അവിടെ എന്ത് സംഭവിച്ചിരിക്കണം? സബ്ജക്റ്റ് ഇൻവേർഷൻ സംഭവിച്ചിരിക്കണം. അപ്പോൾ നോ സൂണർ വെച്ചിട്ട് ഒരു സെന്റൻസ് സ്റ്റാർട്ട് ചെയ്താൽ അവിടെ എന്ത് സംഭവിച്ചിരിക്കണം? അവിടെയും സബ്ജക്റ്റ് ഇൻവേർഷൻ സംഭവിച്ചിരിക്കണം. അപ്പോൾ നോ സൂണർ ഹാഡ് ഷി റീച്ച്ഡ് ഹോം വെൻ ദ ഫോൺ റാങ്ങിനകത്ത് തെറ്റെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോ സൂണറിന്റെ കണക്റ്റിംഗ് വേർഡ് വെൻ അല്ല. നോ സൂണറിന്റെ കണക്റ്റിംഗ് വേർഡ് അത് ദാൻ ആണ്. ഓക്കെ, ഇച്ചിരി മുമ്പ് നമ്മൾ പറഞ്ഞതേ ഉള്ളൂ. ഹാർഡ്ലി, ബെയർലി, റെയർലി, സ്കേഴ്സ്ലിയുടെ കണക്റ്റിംഗ് വേർഡ് ആണ് വെന്ന്. നോ സൂണറിന്റെ കണക്റ്റിംഗ് വേർഡ് അത് ദാനും ആണ് അല്ലേ. അപ്പം സബ്ജക്റ്റ് ഇൻവേർഷൻ സംഭവിച്ചിട്ടുണ്ടോ നോക്കണം. ആദ്യം അത് വേണം നോക്കാൻ. നോ സൂണർ ഷീ ഹാഡ് എന്നല്ല വന്നിരിക്കുന്നത്, ഹാഡ് ഷീ എന്നാണ് വന്നിരിക്കുന്നത്. അങ്ങനെ വന്നിട്ടുണ്ടോ നോക്കണം. സബ്ജക്റ്റ് ഇൻവേർഷൻ സംഭവിച്ചിരിക്കണം. നോ സൂണർ വെച്ചിട്ടോ ഹാർഡ്ലി, ബെയർലി, റെയർലി, സ്കേഴ്സ്ലി വെച്ചിട്ടോ ഒരു സെന്റൻസ് സ്റ്റാർട്ട് ചെയ്താൽ അവിടെ സബ്ജക്റ്റ് ഇൻവേർഷൻ സംഭവിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് ആദ്യം നോക്കുക. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കണക്റ്റിംഗ് വേർഡായിട്ട് നോ സൂണറിന് കണക്റ്റിംഗ് വേർഡായിട്ട് ദാൻ വന്നിട്ടുണ്ടോ എന്ന് നോക്കുക. ഹാർഡ്ലി, ബെയർലി, റെയർലി, സ്കേഴ്സ്ലിയുടേത് വെൻ ആണ്, അത് വന്നിട്ടുണ്ടോ എന്ന് നോക്കുക. Then he is more smarter than his elder brother. 2 കമ്പാരിറ്റീവ് ഡിഗ്രി, 2 കമ്പാരിറ്റീവ് ഡിഗ്രീസിന്റെ യാതൊരു ആവശ്യവും ഒരു സെന്റൻസിലില്ല. 2 കമ്പാരിറ്റീവ് ഡിഗ്രീസിന്റെ ആവശ്യമില്ല. 2 കമ്പാരിറ്റീവ് ഡിഗ്രീസ് ഒരു സെന്റൻസിൽ ആവശ്യമില്ല. 2 കമ്പാരിറ്റീവ് ഡിഗ്രീസ് ആണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. മോർ ഒരു കമ്പാരിറ്റീവ് ഡിഗ്രിയാണ്, സ്മാർട്ടർ മറ്റൊരു കമ്പാരിറ്റീവ് ഡിഗ്രിയാണ്. അതായത് നമ്മൾ ചില വേർഡ്സിന് ആഡ് ചെയ്യാൻ പറ്റാത്ത വേർഡ്സിനാണ് നമ്മൾ മോർ എന്ന് പറയുന്ന വേർഡ് ഉപയോഗിക്കുന്നത്. കമ്പാരിറ്റീവ് ഡിഗ്രി കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ബിഗ് എന്ന് പറയുന്ന വേർഡിന് ശേഷം നമ്മൾ ബിഗ് പോസിറ്റീവ് ഡിഗ്രിയാണ്, അതിൻ്റെ കമ്പാരിറ്റീവ് ഡിഗ്രി ബിഗ്ഗർ ആണ്, അതിൻ്റെ സൂപ്പർലേറ്റീവ് ഡിഗ്രി ബിഗ്ഗസ്റ്റ്. ഓക്കെ, ഇതിന് ബ്യൂട്ടിഫുള്ളിൻ്റെ കമ്പാരിറ്റീവ് ഡിഗ്രി ബ്യൂട്ടിഫുള്ളർ എന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ടാണ് നമ്മൾ മോർ ഉപയോഗിക്കുന്നത്. മോർ ബ്യൂട്ടിഫുൾ എന്ന് പറയുന്നത് EST ആഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മൾ മോസ്റ്റ് ഉപയോഗിക്കുന്നത്. അപ്പോൾ മോസ്റ്റ് ബ്യൂട്ടിഫുൾ എന്ന് പറയുന്നത് അല്ലേ. അപ്പം എന്താണ്, അപ്പം ആഡ് ചെയ്യാൻ പറ്റാത്ത വേർഡുകൾക്കാണ് നമ്മൾ മോർ യൂസ് ചെയ്യുന്നത്. സ്മാർട്ട് എന്ന് പറയുന്ന വേർഡിന് ആഡ് ചെയ്യാൻ പറ്റുന്ന വേർഡ് ആയതുകൊണ്ട് എന്ത് വേർഡിൻ്റെ ആവശ്യം വരുന്നില്ല? മോർ എന്ന് പറയുന്ന വേർഡിൻ്റെ ആവശ്യം വരുന്നില്ല. അപ്പം ഹി ഈസ് സ്മാർട്ടർ ദാൻ ഹിസ് എൽഡർ ബ്രദർ, ദാറ്റ്സ് ഇനഫ് അല്ലേ. അപ്പം സ്മാർട്ടർ എന്ന് പറയുന്ന വേർഡ് ഓൾറെഡി ഒരു കമ്പാരിറ്റീവ് ഡിഗ്രി വേർഡാണ്. അതിൻ്റെ കൂടെ മോർ എന്ന് പറയുന്ന വേർഡിൻ്റെ ആവശ്യം വരുന്നില്ല. ഓക്കെ അല്ലേ. അപ്പോൾ ഹി ഈസ് സ്മാർട്ടർ ദാൻ ഹിസ് എൽഡർ ബ്രദർ എന്ന് വന്നു. മനസ്സിലായോ? 2 കമ്പാരിറ്റീവ് ഡിഗ്രീസ് you cannot be used together in a sentence എന്നാണ്. അടുത്തത് പ്രിഫർ എന്ന് പറയുന്ന വേർഡിൻ്റെ ഫിക്സഡ് പ്രിപ്പോസിഷൻ ഏതാണെന്ന് ചോദിച്ചാൽ 2 ആണ്. ഫിക്സഡ് എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ വേർഡ് വരുന്ന സെൻറ്റൻസിൽ ഫിക്സഡ് പ്രിപ്പോസിഷൻ 2 ആയിട്ട് 2 വന്നിരിക്കണം എന്നാണ്. പ്രിഫർ എന്ന് പറയുന്ന വേർഡ് വരുന്ന സെൻറ്റൻസിൽ 2 വന്നിരിക്കണം. അപ്പോൾ ഷീ പ്രിഫേഴ്സ് കോഫി ദാൻ ടീ അല്ല, ഷീ പ്രിഫേഴ്സ് കോഫി ടു ടീ ഇൻ ദ മോർണിംഗ് എന്നാണ്. അപ്പോൾ ഷീ പ്രിഫേഴ്സ് കോഫി ടു ടീ ഇൻ ദ മോർണിംഗ് എന്ന് വന്നു. ഓക്കെ ആണോ? അപ്പോൾ പ്രിഫർ എന്ന് പറയുന്ന വേർഡിന് ശേഷം വരുന്ന ഫിക്സഡ് പ്രിപ്പോസിഷൻ ഏതാണെന്ന് ചോദിച്ചാൽ അത് 2 ആണ്. ഓക്കെ, ദെൻ ഹി ഈസ് കേപ്പബിൾ എന്ന് പറയുന്ന വേർഡിനോടൊപ്പം ചേർന്ന് വരുന്നത് കേപ്പബിൾ ഓഫ് ആണ്.
കേപ്പബിൾ ഓഫ് വന്നു കഴിഞ്ഞാൽ പിന്നെ V1 അല്ല ഉപയോഗിക്കേണ്ടത്, V4 ആണ് ഉപയോഗിക്കുന്നത്. കേപ്പബിൾ ഓഫ് സോൾവിങ്. അപ്പം ഓൺ വന്നാലും V4 ആണ് ഉപയോഗിക്കേണ്ടത്, ഓഫ് വന്നാലും എന്താണ് ഉപയോഗിക്കേണ്ടത്, V4 ആണ് ഉപയോഗിക്കേണ്ടത് അല്ല. 2 വന്നാൽ മാത്രമേ V1 ഉപയോഗിക്കാൻ പാടുള്ളൂ. ഓക്കെ അല്ലേ? അപ്പം എന്താണ് കേപ്പബിൾ എന്ന് പറയുന്ന വേർഡിന് ശേഷം വരുന്ന പ്രിപ്പോസിഷൻ ഏതാണെന്ന് ചോദിച്ചാൽ അത് ഓഫ് ആണ്. കേപ്പബിൾ ഓഫ്, ഹി ഈസ് കേപ്പബിൾ ഓഫ് അല്ലേ, ഹി ഈസ് കേപ്പബിൾ ഓഫ് സോൾവിങ് കോംപ്ലക്സ് മാത്തമാറ്റിക്കൽ പ്രോബ്ലംസ്. അപ്പം കേപ്പബിൾ കഴിഞ്ഞ് വരുന്ന പ്രിപ്പോസിഷൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഓഫ് ആണ്. കംപ്രൈസ് എന്ന് പറയുന്ന വേർഡിന് ശേഷം വരുന്ന പ്രിപ്പോസിഷൻ ഓഫ് ആണ്. ഇൻസിസ്റ്റ് എന്ന് പറയുന്ന വേർഡിന് ശേഷം വരുന്ന പ്രിപ്പോസിഷൻ ഓൺ ആണ്. മാരീഡ് നോൺ എന്ന് പറയുന്ന വേർഡിന് ശേഷം വരുന്ന പ്രിപ്പോസിഷൻ ടു ആണ്. ഓക്കെ, അപ്പം ഓണോ ഓഫോ വന്നാൽ അതിന് ശേഷം വെർബ് ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ എന്ത് ചേർക്കണം, ING ചേർക്കണം. ഓക്കെ അല്ലേ? Then he is capable of solving complex mathematical problems. The committee have decided to postpone the meeting. അതായത് ഇവിടെ ദ കമ്മിറ്റി ആണ് ഇവിടുത്തെ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. കമ്മിറ്റി ഒരു കളക്റ്റീവ് നൗൺ ആണ്. കളക്റ്റീവ് നൗണ് ഇവൻ ദേ ആർ ഡൂയിങ് ദ സെയിം ടാസ്ക് ദേ ആർ കൺസിഡർഡ് ആസ് സിംഗുലർ എന്നാണ്. ദേ ആർ കൺസിഡർഡ് ആസ് സിംഗുലർ. അവരൊരു സെയിം ടാസ്ക് ഒരുമിച്ച് നിന്ന് കൂട്ടത്തോട് നിന്ന് ഒരു ഒരാളുടെ കൂട്ടായ്മയോട് കൂടി നിന്ന് ഒരേ ജോലി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവരെ നമ്മൾ സിംഗുലർ ആയിട്ടാണ് കാണേണ്ടത്. ഇവിടെ എന്താണ് സിംഗുലർ ആയിട്ടാണ് കാണേണ്ടത്, പ്ലൂറലായിട്ടാണ് കാണേണ്ടത് നോക്കുന്ന ആ സെന്റൻസിന്റെ മീനിങ് നോക്കിയാൽ മതി. ദേ ഹാവ് ഡിസൈഡഡ് ടു പോസ്റ്റ്പോൺ ദ മീറ്റിംഗ്. അവരെല്ലാവരും ഒന്നിച്ചെന്ന് തീരുമാനിച്ചെന്താണ്, മീറ്റിംഗ് പോസ്റ്റ്പോൺ ചെയ്യാനാണ്. അപ്പോൾ അവർ ദേ ആർ ഡൂയിങ് ദ സെയിം ടാസ്ക് ആണ് ചെയ്യുന്നത് അല്ലേ. സെയിം ടാസ്ക് ആണെങ്കിൽ അവരെ നമ്മൾ സിംഗുലർ ആയിട്ടാണ് കാണേണ്ടത്. അപ്പം നമുക്ക് കമ്മിറ്റി ഹാവ് എന്നുള്ളത് എന്തായിട്ട് വന്നു, കമ്മിറ്റി ഹാസ് ആയിട്ട് മാറി അല്ലേ. കമ്മിറ്റി ഹാസ് കിട്ടിയോ? അപ്പോൾ കമ്മിറ്റി ഹാവ് എന്നുള്ളത് എങ്ങനെ ഹാസ് ആയെന്ന് മനസ്സിലായല്ലോ. അപ്പം ഒന്നുകൂടെ പറയാം, ഇവിടെ കമ്മിറ്റി എന്ന് പറയുന്നത് ഒരു കളക്റ്റീവ് നൗണാണ്. കളക്റ്റീവ് നൗൺ ഒരേ ടാസ്ക്കാണ് ചെയ്യുന്നതെങ്കിൽ, ഒരേ ടാസ്ക്കാണ് സബ്ജക്റ്റ് ഒരു എഗ്രിമെന്റ് വിത്ത് കളക്റ്റീവ് നൗൺസുമായി ടോപ്പിക് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, ഓർമ്മയുണ്ടോ? അപ്പം ഒരേ ടാസ്ക്കാണ് ചെയ്യുന്നതെങ്കിൽ അവർ ഒരുമിച്ച് നിന്ന് ഒരേ ടാസ്ക്കാണ് ഒന്നിച്ചൊരു ജോലി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർ സിംഗുലറും, അവർ ഒരേ കളക്റ്റീവ് നൗണാണ്, അവർ വ്യത്യസ്ത ജോലിയാണ് ചെയ്യുന്നതെങ്കിൽ അവർ പ്ലൂറലായിട്ടും കാണുക എന്നാണ് അർത്ഥം. കമ്മിറ്റി ഹാസ് ആണോ ഹാവ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹാസും വരാം ഹാവും വരാം. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ സെന്റൻസ് ആണ്. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ മീനിങ് ഓഫ് ദ സെന്റൻസ് എന്നാണ്. അവരെന്ത് ജോലിയാണ് ചെയ്യുന്നത്, ഒരേപോലെ കൂട്ടായ്മയോടുകൂടി ഒന്നിച്ചൊരു ജോലിയാണ് ചെയ്യുന്നതെങ്കിൽ ഹാസ് ഉപയോഗിക്കുക. ഡിഫറെൻറ്റ് ടാസ്ക് ആണ് ചെയ്യുന്നതെങ്കിൽ അവിടെ ഹാവ് ഉപയോഗിക്കുക. ഓക്കെ അല്ലേ? അപ്പം നോ സൂണറിൻ്റെ ഒന്നുകൂടെ പറയാം. നോ സൂണർ വെച്ചിട്ട് ഒരു സെന്റൻസ് സ്റ്റാർട്ട് ചെയ്താൽ അവിടെ സെന്റൻസ് സബ്ജക്ട് ഇൻവേർഷൻ സംഭവിച്ചിട്ടുണ്ടോ എന്ന് നോക്കുക. ഷീ ഹാഡ് എന്നാണോ ഹാഡ് ഷീ എന്നാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഷീ ഹാഡ് എന്നല്ല ഹാഡ് ഷീ എന്നാണ്, അത് വന്നിട്ടുണ്ട്. നോ സൂണർ വെച്ചിട്ട് സെന്റൻസ് സ്റ്റാർട്ട് ചെയ്താൽ ആ സെന്റൻസിലെ കണക്റ്റിംഗ് വേർഡ് ദാൻ ആയിരിക്കണം. എന്തായിരിക്കണം? ദാൻ ആയിരിക്കണം. ഹി ഈസ് മോർ സ്മാർട്ടർ ദാൻ ഹിസ് എൽഡർ ബ്രദർ. ഹി ഈസ് മോർ സ്മാർട്ടർ ദാൻ ഹിസ് എൽഡർ ബ്രദർ. മോർ സ്മാർട്ടർ എന്ന് പറയത്തില്ല, കാരണം രണ്ട് കമ്പാരിറ്റീവ് ഡിഗ്രീസ് ആണ്. രണ്ട് കമ്പാരിറ്റീവ് ഡിഗ്രീസ് ഒരു സെന്റൻസിൽ ഇതേപോലെ യൂസ് ചെയ്യാറില്ല. മോർ എന്ന് പറയുന്നത് ഒരു കമ്പാരിറ്റീവ് ഡിഗ്രിയാണ്, സ്മാർട്ടർ എന്ന് പറയുന്നത് ഒരു കമ്പാരിറ്റീവ് ഡിഗ്രിയാണ്. അപ്പോൾ എന്ത് മതി, മോറിനെ നമ്മൾ ഒഴിവാക്കിക്കൊണ്ട് സ്മാർട്ടർ എന്ന് പറയുന്ന വേർഡിനെ നമ്മളവിടെ നിർത്തുന്നു അല്ലേ. അപ്പം മോർ സ്മാർട്ട് എന്ന് പറയേണ്ട ആവശ്യമില്ല, കാരണം സ്മാർട്ട് എന്ന് പറയുന്ന വേർഡിന് ഓൾറെഡി ഒരു കമ്പാരിറ്റീവ് ഡിഗ്രി ഉണ്ട്. എന്താണ് അത്? സ്മാർട്ടറാണ്. സ്മാർട്ടർ. അപ്പം ആഡ് ചെയ്യാൻ പറ്റാത്ത വേർഡ്സുകൾക്കാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? മോർ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഈസ് സ്മാർട്ടർ ദാൻ ഹിസ് എൽഡർ ബ്രദർ അല്ലെങ്കിൽ ദാൻ എൽഡർ ബ്രദർ എന്ന് പറയും. ഇനി പ്രിഫേഴ്സ് എന്ന് പറയുന്ന വേർഡിന് ശേഷം വരുന്ന ഫിക്സഡ് ആയിട്ടുള്ള പ്രിപ്പോസിഷനാണ് ടു. പ്രിഫർ എന്ന് പറയുന്ന വേർഡ് വന്നാൽ അതിന് ടു വന്നിരിക്കണം. അപ്പോൾ ഷീ പ്രിഫേഴ്സ് കോഫി ടു ടീ ഇൻ ദ മോർണിംഗ്. ഇനി കേപ്പബിൾ വന്നു കഴിഞ്ഞാൽ ടു അല്ല, കേപ്പബിൾ ഓഫ് ആണ് വരേണ്ടത്. കേപ്പബിളിന് ശേഷം വരുന്ന പ്രിപ്പോസിഷൻ ഏതാണെന്ന് ചോദിച്ചാൽ അത് ഓഫാണ്. കേപ്പബിൾ ഓഫ് സോൾവിങ് എന്നാണ് വരേണ്ടത്. ഓഫ് വന്നു കഴിഞ്ഞാൽ പിന്നെ വെർബിൻ്റെ കൂടെ എന്ത് ചേർക്കാവൂ? ING ചേർക്കാവൂ. ഓൺ വന്നാലും വെർബിൻ്റെ കൂടെ ING ചേർക്കാവൂ. ഓഫ് വന്നാലും വെർബിൻ്റെ കൂടെ ING ചേർക്കാവൂ. ഹി ഈസ് കേപ്പബിൾ ഓഫ് സോൾവിങ് കോംപ്ലക്സ് മാത്തമാറ്റിക്കൽ പ്രോബ്ലംസ്. അടുത്തത് കമ്മിറ്റി ഹാസ് ഡിസൈഡഡ് ടു പോസ്റ്റ്പോൺ ദ മീറ്റിംഗ്. എങ്ങനെയാണ് ഹാവ് ഹാസ് ആയെന്ന് നോക്കിയാൽ, അതായത് ഇവർ ഒരേ ടാസ്ക്കാണ് ചെയ്യുന്നതെന്ന് നോക്കുക. ഓക്കെ, ഒരേ ടാസ്ക്കാണ് ചെയ്യുന്നതെങ്കിൽ അവർ സിംഗുലറും, വ്യത്യസ്ത ടാസ്ക്കാണ് ചെയ്യുന്നതെങ്കിൽ അവർ പ്ലൂറലായിട്ടാണ് കാണുക. ഓക്കെ, ഇവർ ഒരേ ടാസ്ക്കാണ് ചെയ്യുന്നതെങ്കിൽ സിംഗുലർ ആണ്. ദേ ഹാവ് ഡിസൈഡഡ് ടു പോസ്റ്റ്പോൺ ദ മീറ്റിംഗ് എന്നുള്ളത് ഒരേ ടാസ്കല്ലേ ചെയ്യുന്നത്, അപ്പോൾ അവരെ സിംഗുലർ ആയിട്ട് കാണുക. ഓക്കെ, അതുകൊണ്ട് നമ്മളുടെ ഹാവ് മാറ്റിയിട്ട് ഹാസ് ഉപയോഗിച്ചു. ദ കമ്മിറ്റി ഹാവ് ഡിസൈഡഡ് ടു പോസ്റ്റ്പോൺ ദ മീറ്റിംഗ് എന്ന് തോന്നുന്നു. ഇത്രയും ക്വസ്റ്റ്യൻസ് ഓക്കെ ആണോ നോക്കി. 15 ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നോക്കാം ഓക്കെ ആണോ.
അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ടെൻ കിലോമീറ്റേഴ്സ് ആർ എ ലോങ് ഡിസ്റ്റൻസ് ടു വാക്ക് ഇൻ ദിസ് ഹീറ്റ്. എപ്പോഴും നമ്മൾ ഒരു ഡിസ്റ്റൻസിനെ നമ്മൾ സിംഗുലർ ആയിട്ടേ കാണാവൂ. അത് എത്ര ഡിസ്റ്റൻസ് ആയാലും, എത്ര ഡിസ്റ്റൻസ് ആണ്, 10 ആയാലും 100 കിലോമീറ്റേഴ്സ് ആയാലും 1000 കിലോമീറ്റേഴ്സ് ആയാലും 10,000 കിലോമീറ്റേഴ്സ് ആയാലും നമ്മൾ കിലോമീറ്റേഴ്സിനെ നമ്മളെപ്പോഴും സിംഗുലർ ആയിട്ടാണ് കാണുന്നത് അല്ലേ, ഒരു യൂണിറ്റ് ആണ്. അപ്പോൾ എന്താണ് എപ്പോഴും ഓർത്തിരിക്കുക, ഡിസ്റ്റൻസിനെ നമ്മളെപ്പോഴും എങ്ങനെ കാണണം, സിംഗുലർ ആയിട്ട് കാണണം. ഡിസ്റ്റൻസിനെ എപ്പോഴും ഡിസ്റ്റൻസ് ഈസ് കൺസിഡേർഡ് ആസ് എ സിംഗുലർ. ഇത് ഡിസ്റ്റൻസ് ആണ്. ഡിസ്റ്റൻസ് ഈസ് കൺസിഡേർഡ് ആസ് എ സിംഗുലർ എന്നാണ്. ഡിസ്റ്റൻസിനെ നമ്മൾ എങ്ങനെ കാണണം, സിംഗുലർ ആയിട്ട് കാണണം. അപ്പോൾ 10 കിലോമീറ്റേഴ്സ് ആർ എ ലോങ് ഡിസ്റ്റൻസ് എന്ന് വരത്തില്ല, 10 കിലോമീറ്റേഴ്സ് ഈസ് എന്ന് വരത്തുള്ളൂ. ഈസ് ആർ എന്തായിട്ട് മാറി, ഈസ് ആയിട്ട് മാറി. എങ്ങനെയാണ് 10 കിലോമീറ്റേഴ്സ് എന്തുകൊണ്ടാണ്, ഡിസ്റ്റൻസ് ആണ്. 10 കിലോമീറ്റേഴ്സ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ആണ്. ഡിസ്റ്റൻസിനെ നമ്മൾ സിംഗുലർ ആയിട്ടാണ് കാണുന്നത്. സിംഗുലർ ആയിട്ട് കാണുന്നത് കൊണ്ട് ആറിനെ മാറ്റിയിട്ട് നമ്മളവിടെ ഈസ് കൊടുത്തു. ഓക്കെ ആണോ? അത് എത്ര കിലോമീറ്റേഴ്സ് ആയാലും, 1 കിലോമീറ്റർ ആയാലും 10 ആയാലും 100 ആയാലും 1000 ആയാലും 10,000 ആയാലും എത്ര കിലോമീറ്റേഴ്സ് ആയാലും കിലോമീറ്റേഴ്സിനെ നമ്മൾ അല്ലെങ്കിൽ യൂണിറ്റിനെ അല്ലെങ്കിൽ നമ്മൾ ഡിസ്റ്റൻസിനെ നമ്മളെപ്പോഴും നമ്മൾ എന്തായിട്ട് കാണുന്നത്, സിംഗുലർ ആയിട്ടേ കാണാൻ പാടുള്ളൂ എന്നർത്ഥം. ഓക്കെ, ഇപ്പോൾ സിംഗുലർ ആയിട്ടുള്ള സബ്ജക്റ്റ് ആണെങ്കിൽ സിംഗുലർ ആയിട്ടുള്ള വെർബല്ലേ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, എവരി വൺ മസ്റ്റ് ബ്രിങ് ദെയർ ഓൺ നോട്ട് ബുക്ക് ടു ദ വർക്ക്ഷോപ്പ്. എവരി വൺ, ഇവിടുത്തെ സെന്റൻസിലെ സബ്ജക്റ്റ് എവരി വൺ ആണ്. എവരി വൺ എന്നായാലും എവരിബഡി ആയാലും എവരി വൺ ആയാലും എവരിബഡി ആയാലും നോ വൺ ആയാലും നോബഡി ആയാലും എനി വൺ ആയാലും എനിബഡി ആയാലും സമ്മൺ ആയാലും സംബഡി ആയാലും, അങ്ങനെ നമ്മൾ 8 എണ്ണം പഠിച്ചിട്ടുണ്ട്. ഇൻഡെഫിനിറ്റ് പ്രോനൗൺസ് 8 എണ്ണം പഠിച്ചിട്ടുണ്ട്. എവരി വൺ എവരിബഡി, എനി വൺ എനിബഡി, നോ വൺ നോബഡി, സമ്മൺ സംബഡി, 8 എണ്ണം പഠിച്ചിട്ടുണ്ട്. അതൊക്കെയാണ് എവരി വൺ എവരിബഡി, എനി വൺ എനിബഡി, നോ വൺ നോബഡി, സമ്മൺ സംബഡി. ഈ ഇത്രയും ഇൻഡെഫിനിറ്റ് പ്രോനൗൺസിന് സിംഗുലർ ആയിട്ടാണ് കാണേണ്ടതെന്ന് പഠിച്ചിരിക്കുന്നത് അല്ലേ. ഇൻഡെഫിനിറ്റ് പ്രോനൗൺസിന് നമ്മൾ എങ്ങനെ കാണണം, സിംഗുലർ ആയിട്ട് കാണണം. അപ്പം അവർക്കുള്ള വെർബും അവർക്ക് ശേഷം വരുന്ന പ്രോനൗണും എന്തായിരിക്കണം, സിംഗുലർ ആയിരിക്കണം. അപ്പം സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ അതിനെ തുടർന്ന് വരുന്ന പ്രോനൗണും അതിനെ തുടർന്ന് വരുന്ന വെർബും എന്തായിരിക്കണം, സിംഗുലർ ആയിരിക്കണം. ഓക്കെ, അപ്പം എവരി വൺ മസ്റ്റ് ബ്രിങ് ദെയർ ഓൺ നോട്ട് ബുക്ക് ടു ദ വർക്ക്ഷോപ്പ് എന്നുള്ളത് ദെയർ അങ്ങ് മാറുകയാണ്. ദെയർ എന്ന് പറഞ്ഞാൽ ഒരു പ്ലൂറൽ പ്രോനൗൺ ആണ്. പ്ലൂറൽ പ്രോനൗൺ ഇവിടെ പറ്റത്തില്ല, പ്ലൂറൽ ആണിത് അല്ലേ. പ്ലൂറലിൽ നിന്ന് എന്നിട്ട് നമ്മളിവിടെ സിംഗുലർ ആയിട്ട് കൊടുക്കുക. എവരി വൺ എന്നുള്ളത് നമുക്ക് ആരാന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല. എവരി വൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിസ്സും ആവാം ഹെറും ആവാം, എല്ലാവരും വരുന്നുണ്ട്. ജെൻഡർ ന്യൂട്രൽ ആയിട്ടുള്ള ഒരു വേർഡാണ് എവരി വൺ. എല്ലാവരും, ആണും ആവാം പെണ്ണും ആവാം അല്ലേ. മെയിൽ സ്റ്റുഡൻസും ആവാം ഫീമെയിൽ സ്റ്റുഡൻസും ആവാം. അപ്പോൾ രണ്ടുപേര് വരുന്നുണ്ട്. അപ്പോൾ ഹിസ് ഓർ ഹെർ എന്ന് കൊടുക്കുക പ്രോനൗണ്. അപ്പോൾ എവരി വൺ ആയാലും എവരിബഡി ആയാലും നോ വൺ ആയാലും നോബഡി ആയാലും സമ്മൺ ആയാലും സംബഡി ആയാലും ഇൻഡെഫിനിറ്റ് പ്രോനൗൺസിനെ നമ്മൾ എങ്ങനെ കാണാവൂ, സിംഗുലർ ആയിട്ടേ കാണാൻ പാടുള്ളൂ. ഓക്കെ, ഇൻഡെഫിനിറ്റ് പ്രോനൗൺസ് ആർ കൺസിഡേർഡ് ആസ് സിംഗുലർ. അപ്പോൾ അതുകൊണ്ട് അതിനോടൊപ്പം ചേർന്ന് വരുന്ന വെർബും അവർക്ക് ശേഷം വരുന്ന പ്രോനൗണും എന്തായിരിക്കണം, സിംഗുലർ ആയിരിക്കണം. ഇത് പഠിച്ചിട്ടുള്ളത് ഇൻഡെഫിനിറ്റ് പ്രോനൗൺസ്. നമ്മൾ ഇൻഡെഫിനിറ്റ് പ്രോനൗൺസ് ആർ കൺസിഡേർഡ് ആസ് സിംഗുലർ എന്നുള്ളത്. ഇനി അടുത്ത, ദ ന്യൂസ് ഈസ് സ്പ്രെഡിങ് ക്വിക്ലി അക്രോസ് ദ സിറ്റി. ദ ന്യൂസ് ഒരിക്കലും നമ്മൾ കളക്റ്റീവ് നൗണിനെയോ അല്ലെങ്കിൽ അൺകൗണ്ടബിൾ നൗണിനെയോ നമ്മൾ സിംഗുലർ ആയിട്ടേ കാണാൻ പാടുള്ളൂ. അപ്പം ന്യൂസ് എന്ന് പറയുന്ന വേർഡ് ഒരു കൗണ്ടബിൾ നൗണാണ് അല്ലെങ്കിൽ ഒരു കളക്റ്റീവ് നൗണാണ്. കൗണ്ടബിൾ ആയാലും കളക്റ്റീവ് ആയാലും കൗണ്ടബിൾ നൗണിനെയും കളക്റ്റീവ് നൗണിനെയും നമ്മൾ സിംഗുലർ ആയിട്ടേ കാണാവൂ. ന്യൂസ് എന്ന് പറയുന്നത് ഈ ഗ്രൂപ്പിൽ വരുന്ന ആളാണ്, അതുകൊണ്ട് ന്യൂസ് ഈസ് എന്നേ പറയാവൂ, ന്യൂസ് ആർ എന്ന് പറയാൻ പാടില്ല. അപ്പം ന്യൂസ് എന്ന് പറയുന്ന വേർഡിനെ നമ്മൾ സിംഗുലർ ആയിട്ടാണ് കാണുന്നത് അല്ലേ. അപ്പം ന്യൂസ് എന്ന് പറയുന്ന വേർഡിനെ നമ്മൾ എങ്ങനെ കാണണം, സിംഗുലർ ആയിട്ടേ കാണാൻ പാടുള്ളൂ. ഓക്കെ, അതുകൊണ്ട് ന്യൂസ് ഈസ് സ്പ്രെഡിങ് ക്വിക്ലി അക്രോസ് ദ സിറ്റി എന്ന് വന്നു. അടുത്തത്, അപ്പോൾ ഓക്കെ ഉണ്ടല്ലോ. അപ്പോൾ കൗണ്ടബിൾ നൗൺസിനെയും കളക്റ്റീവ് നൗൺസിനെയും സിംഗുലർ ആയിട്ടേ കാണാവൂ. അതുകൊണ്ട് ന്യൂസ് എന്ന് പറയുന്ന വേർഡായാലും ഫർണിച്ചർ എന്ന് പറയുന്ന വേർഡായാലും എക്യുപ്മെൻറ്റ് എന്ന് പറയുന്ന വേർഡായാലും മെഷീനറി എന്ന് പറയുന്ന വേർഡായാലും സീനറി എന്ന് പറയുന്ന വേർഡായാലും ഇതിനെല്ലാം നമ്മൾ എങ്ങനെ കാണാവൂ, സിംഗുലർ ആയിട്ടേ കാണാൻ പാടുള്ളൂ. ഒരിക്കലും ഒരു കാരണവശാലും ഇവരെ ഒന്നും നമ്മൾ പ്ലൂറലായിട്ട് കാണാൻ പാടില്ല. ഇവരെല്ലാവരും സിംഗുലർ ആണ്. ഓക്കെ, അതിന് ശേഷം വരുന്ന വെർബ് എന്തായിരിക്കണം, സിംഗുലർ ആയിരിക്കണം. അപ്പം ന്യൂസ് ആർ എന്നുള്ളത് എന്തായിട്ട് മാറി, ന്യൂസ് ഈസ് എന്നായി മാറി. അതെ, ഷീ ഹാസ് ബീൻ ലിവിങ് ഹിയർ സിൻസ് 5 years. ഈ ഹാസ് ബീൻ ഈ ഒരു സെൻറ്റൻസിനകത്ത് സിൻസോ ഫോറോ ഉണ്ടെങ്കിൽ, ഒരു സെൻറ്റൻസിനകത്ത് സിൻസോ ഫോറോ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ സെൻറ്റൻസ് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആയിരിക്കണം. എന്തായിരിക്കണം, ഒരു സെൻറ്റൻസിനകത്ത് സിൻസോ ഫോറോ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ സെൻറ്റൻസ് ഏത് ടെൻസിലായിരിക്കണം പോകേണ്ടത്, പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിലായിരിക്കണം പോകേണ്ടത്.
പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. സിൻസും ഫോറും ഒരു സെന്റൻസിൽ ഏത് ടെൻസിലായിരിക്കണം പോകേണ്ടത്? പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ. ഓക്കെ, അപ്പോൾ ഷീ ഹാസ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് സബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് വെർബ് പ്ലസ് ING പ്ലസ് ഒബ്ജക്റ്റ്. ഈ സ്ട്രക്ചറിലാണ് ഈ സെന്റൻസ് പോയേക്കുന്നത്. ഷീ ഹാസ് ബീൻ ലിവിങ് ഹിയർ, ഷീ ഹാസ് ബീൻ ലിവിങ് ഹിയർ. അപ്പോൾ സെന്റൻസിന്റെ ടെൻസ് കറക്റ്റ് ആണ്. ഓക്കെ, ഷീ ഹാസ് ബീൻ ലിവിങ് ഹിയർ സിൻസ് 5 years എന്ന സെന്റൻസിനകത്ത് ഈ സിൻസും ഫോറും നമ്മുടെ ഡിഫറൻസ്. സിൻസ് ആണെന്നുണ്ടെങ്കിൽ കറക്റ്റ് പോയിന്റ് ഓഫ് ടൈം ആണ്. കറക്റ്റ് പോയിന്റ് ഓഫ് ടൈം തരുവാണെന്നുണ്ടെങ്കിൽ സിൻസും ഒരു പീരീഡ് ഓഫ് ടൈം, ഏകദേശ കാലയളവാണ് തരുന്നതെങ്കിൽ, ഒരു പീരീഡ് ഓഫ് ടൈം ആണ് തരുന്നതെങ്കിൽ ഫോർ ഉപയോഗിക്കാം. മനസ്സിലായോ? അപ്പോൾ സിൻസും ഫോറും നമ്മുടെ ഡിഫറൻസ് എന്താണ്? ഒരു കറക്റ്റ് പോയിന്റ് ഓഫ് ടൈം തരുവാണെങ്കിൽ നമ്മളോട് എന്തെങ്കിലും ചോദിക്കുമ്പോൾ നമ്മൾ ആ കറക്റ്റ് വർഷം മെൻഷൻ ചെയ്ത് പറയുകയോ ഡേറ്റ് മെൻഷൻ ചെയ്ത് പറയുകയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് പോയിന്റ് ഓഫ് ടൈം അല്ലേ? അപ്പോൾ കറക്റ്റ് പോയിന്റ് ഓഫ് ടൈം പറയുകയാണെന്നുണ്ടെങ്കിൽ സിൻസ് ആണ്. ഒരു ഏകദേശം 5 വർഷമായിട്ട് അവൾ ഇവിടെയാണ് താമസിക്കുന്നത് എന്ന് പറയാണ്. അപ്പോൾ ഏകദേശം ഒരു 5 വർഷമായിട്ട്, കറക്റ്റ് ഏത് വർഷം മുതലെന്നൊന്നും എടുത്ത് പറയുന്നില്ലല്ലോ. അപ്പം അങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു പീരീഡ് ഓഫ് ടൈം അല്ലേ പറയുന്നത്. അപ്പോൾ പീരീഡ് ഓഫ് ടൈം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫോർ വേണം യൂസ് ചെയ്യാൻ. അപ്പോൾ ഷീ ഹാസ് ബീൻ ലിവിങ് ഹിയർ, സിൻസ് എന്നുള്ളത് എന്തായിട്ട് മാറി? 4 ആയിട്ട് മാറി. ഓക്കെ, അടുത്തത് ഐ ഹാവ് സീൻ ഹിം യെസ്റ്റർഡേ അറ്റ് ദ മാർക്കറ്റ്. യെസ്റ്റർഡേ എന്ന് പറയുന്ന വേർഡ് വരുന്ന സെന്റൻസ് എപ്പോഴും സിമ്പിൾ പാസ്റ്റ് ആയിരിക്കണം. എന്തായിരിക്കണം? യെസ്റ്റർഡേ എന്ന് പറയുന്ന വേർഡ് വരുന്ന സെന്റൻസ് എപ്പോഴും എന്തായിരിക്കണം? സിമ്പിൾ പാസ്റ്റ് ആയിരിക്കണം. അപ്പോൾ സിമ്പിൾ പാസ്റ്റിന്റെ സ്ട്രക്ചറിന് സബ്ജക്റ്റ് പ്ലസ് V2 ആണ് അല്ലേ? ഓക്സിൽ വെർബ് ഒന്നും ഇല്ലാതെ വെർബിന്റെ സെക്കൻഡ് ഫോം മാത്രം യൂസ് ചെയ്യുക. അപ്പം യെസ്റ്റർഡേ എന്ന് പറയുന്ന വേർഡ് വരുന്ന സെന്റൻസ് എപ്പോഴും നമ്മൾ സിമ്പിൾ പാസ്റ്റിലാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ യെസ്റ്റർഡേ എന്ന് പറയുന്ന വേർഡ് വരുന്ന സെന്റൻസ് എപ്പോഴും ഏത് ടെൻസിലായിരിക്കണം മുന്നോട്ട് പോകേണ്ടത്? സിമ്പിൾ പാസ്റ്റിൽ. സിമ്പിൾ പാസ്റ്റ് എന്ന് പറയുന്നത് സബ്ജക്റ്റ് പ്ലസ് V2 പ്ലസ് ഒബ്ജക്റ്റ്. അപ്പോൾ ഐ ഹാവ് സീൻ ഹിം എന്നുള്ളത് എന്തായി മാറും? ഐ സോ ഹിം എന്നായി മാറുന്നുണ്ട്. ഐ സോ ഹിം. അപ്പോൾ ഐ ഹാവ് സീൻ ഹിം എന്നുള്ളത് എന്തായി മാറി? ഐ സോ ഹിം എന്നായി മാറി. ഓക്കെ, അപ്പം യെസ്റ്റർഡേ എന്ന് പറയുന്ന വേർഡ് ഉപയോഗിക്കുന്ന സെന്റൻസ് എപ്പോഴും അത് സിമ്പിൾ പാസ്റ്റ് ആയിരിക്കണം. അടുത്തത് ഇതൊന്നുകൂടെ പറയാം. ഷീ ഹാസ് ബീൻ ലിവിങ് ഹിയർ സിൻസ് 5 years. അതായത് ഒരു സെന്റൻസ് സിൻസോ ഫോറോ ഇതേപോലെ ടൈം ആഡ്വർബായിട്ട് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ സെന്റൻസ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിലായിരിക്കണം. അതായിരിക്കണം പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിലായിരിക്കണം. സബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് വെർബ് പ്ലസ് ING പ്ലസ് ഒബ്ജക്റ്റ്. ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് വെർബ് പ്ലസ് ING പ്ലസ് ഒബ്ജക്റ്റ് എന്നുള്ളതാണ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിന്റെ സ്ട്രക്ചർ. അതേ സ്ട്രക്ചറിലായിരിക്കണം പോകേണ്ടത്. അതേ സ്ട്രക്ചർ തന്നെയാണ് ഈ സെന്റൻസ് വന്നിരിക്കുന്നത്. പിന്നെ എന്താണ് മിസ്റ്റേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ സിൻസും ഫോറും നമ്മുടെ ഡിഫറൻസ് കറക്റ്റ് പോയിന്റ് ഓഫ് ടൈം തരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ കറക്റ്റ് പോയിന്റ് ഓഫ് ടൈം പറയുകയാണെന്നുണ്ടെങ്കിൽ സിൻസ് യൂസ് ചെയ്യുക. ഒരു പീരീഡ് ഓഫ് ടൈം ഏകദേശ കാലയളവാണ് പറയുന്നതെങ്കിൽ ഫോർ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഇവിടെ -5 years ഏകദേശം 5 വർഷമായിട്ട് അവളിവിടെയാണ് താമസിക്കുന്നത് എന്ന് പറയുമ്പോൾ ഒരു ഏകദേശ കാലയളവല്ലേ പറയുന്നത്. അപ്പോൾ എന്താണ്? 4-5 years എന്നുള്ളതായി മാറി. ഓക്കെ, നമുക്കൊരു 25 ക്വസ്റ്റ്യൻസ് ഇന്ന് ഡിസ്കസ് ചെയ്യാം. ബാക്കി 25 നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഓക്കെ, ദ ഫർണിച്ചർ ഇൻ ദിസ് ഓഫീസ് ആർ ക്വയറ്റ് എക്സ്പെൻസീവ്. അപ്പോൾ ദ ഫർണിച്ചർ ഇൻ ദിസ് ഓഫീസ് ആർ ക്വയറ്റ് എക്സ്പെൻസീവ് എന്ന് പറയുന്നതിനകത്ത് ഫർണിച്ചർ എന്ന് പറയുന്ന വേർഡാണ് ഇവിടുത്തെ സബ്ജക്റ്റ്. ഇവിടുത്തെ സബ്ജക്റ്റ് എന്താണ്? ഫർണിച്ചർ ആണ്. ഫർണിച്ചർ എന്ന് വെച്ചാൽ അൺകൗണ്ടബിൾ നൗൺ ആണ്, അല്ലെങ്കിൽ ഒരു കളക്റ്റീവ് നൗൺ ആണ്. ഫർണിച്ചർ എന്താണ്? അൺകൗണ്ടബിൾ നൗൺ ആണ്, അല്ലെങ്കിൽ ഒരു കളക്റ്റീവ് നൗൺ ആണ്. കളക്റ്റീവ് നൗൺ ഈസ് കൺസിഡർ സിംഗുലർ എന്നല്ലേ ഇച്ചിരി മുമ്പ് പറഞ്ഞത്. അപ്പോൾ കളക്റ്റീവ് നൗൺ ആയാലും അൺകൗണ്ടബിൾ നൗൺ ആയാലും സിംഗുലർ ആയിട്ടേ കാണാവൂ. അപ്പോൾ അതിനോടൊപ്പം വെർബ് വരുന്ന വെർബ് എന്തായിരിക്കണം? സിംഗുലർ ആയിരിക്കണം. അപ്പോൾ ഫർണിച്ചർ ഇൻ ദിസ് ഓഫീസ് ഈസ് ക്വയറ്റ് എക്സ്പെൻസീവ് എന്ന് വന്നു അല്ലേ? അപ്പം ഫർണിച്ചർ ഇൻ ദിസ് ഓഫീസ് ആർ ക്വയറ്റ് എക്സ്പെൻസീവ് എന്നുള്ളത് ഈസ് ക്വയറ്റ് എക്സ്പെൻസീവ് ആയി. ഇങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ ഫർണിച്ചർ ഇൻ ദിസ് ഓഫീസ് ഈസ് ക്വയറ്റ് എക്സ്പെൻസീവ് എന്നായി. അപ്പം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫർണിച്ചർ എന്ന് പറയുന്നത് അൺകൗണ്ടബിൾ നൗൺ ആണ്. അൺകൗണ്ടബിൾ നൗൺ ഈസ് കൺസിഡർ ആസ് സിംഗുലർ എന്നാണ് അല്ലേ? ഓക്കെ, ഹി ഡിഡ് നോട്ട് ന്യൂ ദ, ഇത് മനസ്സിലായല്ലോ. ഫർണിച്ചർ എന്നുള്ളത് സബ്ജക്റ്റ് ആയതുകൊണ്ടാണ്, സബ്ജക്റ്റ് അൺകൗണ്ടബിൾ നൗൺ ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ കളക്റ്റീവ് നൗൺ ആയതുകൊണ്ടാണ് ഇവിടെ വന്ന വെർബ് എന്തായത് മാറിയത്? സിംഗുലർ ആയിട്ട് മാറിയത്. ഫർണിച്ചർ മാത്രമല്ല, മെഷീനറി അതുപോലെ തന്നെയാണ്. എക്യുപ്മെന്റ്, സീനറി, പോയട്രി,
ജ്വല്ലറി, ഇതെല്ലാം കളക്റ്റീവ് നൗൺ ആണ് അല്ലെങ്കിൽ അൺകൗണ്ടബിൾ നൗൺസ് ആണ്. ഇവരെല്ലാവരും സിംഗുലർ ആയിട്ട് കാണാവൂ. ന്യൂസ്, ഇതെല്ലാം അങ്ങനെ തന്നെ കാണാവൂ കേട്ടോ. ഹി ഡിഡ് നോട്ട് ന്യൂ ദ കറക്റ്റ് ആൻസർ ടു ദ ക്വസ്റ്റ്യൻ. ഡിഡ് വന്നുകൊണ്ട് ഒരു സെന്റൻസിനകത്ത് ഡിഡ് വന്നാൽ പിന്നെ ആ സെന്റൻസിനകത്ത് വരുന്ന വെർബ് ഫോം എപ്പോഴും V1 ആയിരിക്കണം. ഒരു സെന്റൻസിൽ ഡിഡ് വന്നാൽ ഡിഡിനോടൊപ്പം ചേർന്ന് വരുന്ന വെർബ് ഫോം എപ്പോഴും അത് V1 ആയിരിക്കണം. കാരണം ന്യൂ എന്ന് പറയുന്ന വേർഡിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോഴാണ് ഹി ന്യൂ എന്ന് പറയുന്ന വേർഡിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഡിഡ് കിട്ടുന്നത്. ഡിഡ് പ്ലസ് നോ, ഡിഡ് പ്ലസ് നോ. അപ്പോൾ ഡിഡ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഡിഡ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഉപയോഗിക്കുന്ന വെർബ് ഫോം എപ്പോഴും നമ്മൾ അത് V1 ആയിരിക്കണം കേട്ടോ. V1 ആയിരിക്കണം. ഡിഡിനോടൊപ്പം ചേർന്ന് വരുന്ന വെർബ് ഫോം എപ്പോഴും എന്തായിരിക്കണം? അത് V1 ആയിരിക്കണം. അപ്പോൾ ഡിഡ് നോട്ട് നോ എന്നുള്ളത്, ഡിഡ് നോട്ട് ന്യൂ എന്നുള്ളത് എന്തായിട്ട് മാറി? ഡിഡ് നോട്ട് നോ ദ കറക്റ്റ് ആൻസർ എന്ന് പറയും. ഷീ എൻജോയ്സ് ടു റീഡ് നോവൽസ് ഇൻ ഹെർ ഫ്രീ ടൈം എന്ന് വന്നു. അതേപോലെ ഷീ എൻജോയ്സ് ടു റീഡ് എന്ന് പറയത്തില്ല, ഷീ എൻജോയ്സ് ടു റീഡ് എന്ന് പറയത്തില്ല. ഷീ എൻജോയ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 പ്ലസ് എൻജോയ് പ്ലസ് V4 എന്നേ പറയത്തുള്ളൂ. 2 പ്ലസ് V1 പറ്റത്തില്ല കേട്ടോ. 2 പ്ലസ് V1 തെറ്റാണ്. എൻജോയ്സ് എന്ന് പറയുന്ന വേർഡിനോടൊപ്പം വരുന്ന വെർബ് ഫോം എപ്പോഴും അത് V4 ആയിരിക്കണം. അപ്പോൾ എൻജോയ്സ് എന്ന് പറഞ്ഞാൽ 2 ഇല്ലാതെ V4 ഉപയോഗിക്കണം. ഷീ എൻജോയ്സ് റീഡിങ്, ഷീ എൻജോയ്സ് റീഡിങ്. അപ്പോൾ ഷീ എൻജോയ്സ് 2 പ്ലസ് V1 എന്ന സ്ട്രക്ചർ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. എൻജോയ് എന്ന് പറയുന്ന വേർഡിന് ശേഷം 2 പ്ലസ് V1 പകരം വെറും V4 ഉപയോഗിക്കുക. അതായത് വെർബ് പ്ലസ് ING ഉപയോഗിക്കുക. അപ്പോൾ ഷീ എൻജോയ്സ് ടു എന്നുള്ളത് എന്തായി മാറുന്നു? റീഡിങ് എന്നായി മാറുന്നു. ഇപ്പോൾ ഷീ എൻജോയ്സ് റീഡിങ് നോവൽസ് ഇൻ ഹെർ ഫ്രീ ടൈം എന്ന് വന്നു. ഓക്കെ, അടുത്തത് വൺ മസ്റ്റ് ഡു ഹിസ് ഡ്യൂട്ടി ഇറസ്പെക്റ്റീവ് ഓഫ് ദ കോൺസിക്വൻസസ്. വൺ മസ്റ്റ് ഡു ഹിസ് ഓർ ഹെർ. ഇതൊരു നോർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഒരു നോറാണ്. വൺ എന്ന് പറയുന്ന സബ്ജക്റ്റ് വന്നു കഴിഞ്ഞാൽ, വൺ എന്ന് പറയുന്ന വേർഡ് വന്ന് സബ്ജക്റ്റ് ആയിട്ട് വന്നാൽ അതിനോടൊപ്പം ചേർന്ന് വരുന്ന പ്രോനൗൺ ഹിസ് ഓർ ഹെർ ആയിരിക്കണം. എന്തായിരിക്കണം? ഹിസ് ഓർ ഹെർ ആയിരിക്കണം. ഹിസ് വന്നാലും ഹെർ വന്നാലും ശരിയാണ്. അപ്പം വൺ എന്ന് പറയുന്ന വേർഡിന് സബ്ജക്റ്റ് ആയിട്ട് വന്നാൽ അതിനോടൊപ്പം ചേർന്ന് വരുന്ന പ്രോനൗൺ എന്തായിരിക്കണം? ഹിസ് ഓർ ഹെർ ആയിരിക്കണം കേട്ടോ. അപ്പം എൻജോയ്സ് എന്ന് പറയുന്ന വേർഡിന് ശേഷം വരുന്ന വെർബ് ഫോം ഇപ്പോഴും എന്തായിരിക്കണം? V4 ആയിരിക്കണം. അപ്പോൾ എൻജോയ് പ്ലസ് V4 എന്താണ് പറയേണ്ടത്? എൻജോയ് പ്ലസ് V4 ആയിരിക്കണം. എൻജോയ് പ്ലസ് V4. അപ്പോൾ വണ്ണിനോടൊപ്പം ചേർന്ന് വരുന്ന വെർബ് ഫോം വണ്ണിനോടൊപ്പം ചേർന്ന് വരുന്ന പ്രോനൗൺ എപ്പോഴും ഒന്ന് ഹിസ് ആയിരിക്കണം അല്ലെങ്കിൽ ഹെർ ആയിരിക്കണം. അതുകൊണ്ട് ഈ സെൻറ്റൻസ് നോറാണ്. വൺ മസ്റ്റ് ഡു ഹിസ് ഡ്യൂട്ടി റെസ്പെക്റ്റീവ് ഓഫ് ദ കോൺസിക്വൻസസ് എന്നാണ്. വൺ മസ്റ്റ് ഡു ഹിസ് ഡ്യൂട്ടി അല്ലെങ്കിൽ വൺ മസ്റ്റ് ഡു ഹെർ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ശരിയാണ്. അടുത്തത് ടീച്ചർ ആസ് വെൽ ആസ് സ്റ്റുഡൻസ് വെയർ പ്രസൻറ്റ്. ആസ് വെൽ ആസ് വെച്ച് രണ്ട് സബ്ജക്റ്റിനെ കണക്ട് ചെയ്താൽ വെർബ് ഡിപ്പെൻഡ്സ് ഓൺ ദ ഫസ്റ്റ് സബ്ജക്റ്റ് എന്നാണ്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് സബ്ജക്റ്റ് ഇത് ടീച്ചറാണ്. ടീച്ചർ എന്ന് പറയുന്നത് സിംഗുലർ ആയതുകൊണ്ട് ഇവിടെ വോസ് വേർ പറ്റത്തില്ല. ഇവിടെ എന്താ വരും? വോസ് വരും. അപ്പോൾ ആസ് വെൽ ആസ് വെച്ച് രണ്ട് സബ്ജക്ട്സിനെ കണക്ട് ചെയ്താൽ വെർബ് ഡിപ്പെൻഡ്സ് ഓൺ ദ ഫസ്റ്റ് സബ്ജക്റ്റ് എന്നാണ് അല്ലേ. ആസ് വെൽ ആസ് വെച്ച് രണ്ട് സബ്ജക്ട്സിനെ കണക്ട് ചെയ്താൽ വെർബ് ഡിപ്പെൻഡ്സ് ഓൺ ദ ഫസ്റ്റ് സബ്ജക്റ്റ് ആണ്. ഇവിടുത്തെ ഫസ്റ്റ് സബ്ജക്റ്റ് ഇത് ടീച്ചർ ആയതുകൊണ്ട്, ടീച്ചർ സിംഗുലർ ആയതുകൊണ്ട് നമ്മൾ വേറെ എന്തായിട്ട് മാറ്റി? അത് വോസ് ആക്കി മാറ്റി. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ്. ഈ ക്വസ്റ്റ്യൻ ഇത്രയും ഓക്കെ ആണോ നോക്കിക്കേ. 21, 25 ഓക്കെ ആണോ നോക്കിക്കേ. അപ്പോൾ നമ്മൾ ഓരോ ക്വസ്റ്റ്യനും ഒന്ന് നോക്കുക കേട്ടോ. ഓരോ ക്വസ്റ്റ്യനും ഒന്ന് നോക്കുക, എന്താണ് ഡൗട്ട് എന്ന് നോക്കുക. ഈച്ച് ഓഫ് വന്നാൽ ഈച്ച് ഓഫിൻ്റെ റൂള് പ്ലൂറൽ സബ്ജക്റ്റും സിംഗുലർ വെർബും ആയിരിക്കണം. ഈച്ച് ഓഫ് ഒന്നുകൂടെ പറയുകയാണ്. ഈച്ച് ഓഫിൻ്റെ ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. ഈച്ച് ഓഫിൻ്റെ റൂള് പ്ലൂറൽ ആയിട്ടുള്ള സബ്ജക്റ്റും സിംഗുലർ ആയിട്ടുള്ള വെർബുമാണ്. നെയ്തർ നോർ വെച്ച് രണ്ട് സബ്ജക്ട്സിനെ കണക്ട് ചെയ്താൽ വെർബ് ഡിപ്പെൻഡ്സ് ഓൺ ദ സെക്കൻഡ് സബ്ജക്റ്റ് എന്നാണ്.
ഓക്കെ. നമ്പർ ഓഫ് വന്നാൽ പ്ലൂറൽ ആയിട്ടുള്ള സബ്ജക്റ്റും പ്ലൂറൽ ആയിട്ടുള്ള വെർബും വേണം യൂസ് ചെയ്യാൻ. നമ്പർ ഓഫ് വന്നു കഴിഞ്ഞാൽ പ്ലൂറൽ ആയിട്ടുള്ള സബ്ജക്റ്റും സിംഗുലർ ആയിട്ടുള്ള വെർബും വേണം യൂസ് ചെയ്യാൻ. വൺ ഓഫിൻ്റെ റൂള് വൺ ഓഫ് പ്ലസ് പ്ലൂറൽ സബ്ജക്റ്റ് പ്ലസ് സിംഗുലർ വെർബ് എന്നാണ് യൂസ് ചെയ്യേണ്ടത്. മാരീഡ് നോൺ എന്ന് പറയുന്ന വേർഡിന് ശേഷം പാസീവ് വോയിസിൽ ടു എന്ന് പറയുന്ന പ്രപ്പോസിഷനെ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പം മാരീഡ് നോൺ മാരീഡ് നോൺ എന്ന് പറയുന്ന വേർഡിന് ശേഷം പാസീവ് വോയിസിൽ ടു എന്ന് പറയുന്ന പ്രപ്പോസിഷൻ മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഇൻസിസ്റ്റ് എന്ന് പറയുന്ന വേർഡിന് ശേഷം ഓൺ എന്ന് പറയുന്ന പ്രപ്പോസിഷൻ വേണം യൂസ് ചെയ്യാൻ. ഇൻസിസ്റ്റ് പറയുന്ന വേർഡിന് ശേഷം ഓൺ വന്നപ്പോൾ പേ എന്തായി മാറി, പേയിങ് ആയിട്ട് മാറണം കേട്ടോ. കാരണം ഓണിന് ശേഷം വെർബ് വന്നാൽ അത് V4 ആയിരിക്കണം കേട്ടോ. ഈ കംപ്രൈസ്ഡ് എന്ന് പറയുന്ന വേർഡിന് ശേഷം വരുന്ന പ്രിപ്പോസിഷൻ ഓഫ് ആയിരിക്കണം. കംപ്രൈസ്ഡ് കൺസിസ്റ്റിനും എല്ലാം ശേഷം ഓഫ് ആയിരിക്കണം വരേണ്ടത്. ഡിസ്കസ്ഡ് എന്ന് പറയുന്ന വേർഡിന് ശേഷം പ്രിപ്പോസിഷൻ്റെ ഒന്നിൻ്റെ ആവശ്യമില്ല. ഒരു വേറെ പ്രിപ്പോസിഷൻ്റെ ആവശ്യം വരാത്തൊരു വേർഡാണ് ഡിസ്കസ്ഡ്. അപ്പോൾ ഈ മാനേജർ ഡിസ്കസ്ഡ് ദ പ്രപ്പോസൽ ഡ്യൂറിങ് ദ മീറ്റിംഗ് എന്ന് മാത്രം മതി. ഡിസ്കസ്ഡ് എന്ന് പറയുന്ന വേർഡിന് ശേഷം ഒരു പ്രിപ്പോസിഷനും വരണ്ട. ഹാർഡ്ലി എന്ന് പറയുന്ന വേർഡിൻ്റെ കണക്റ്റിംഗ് വേർഡ് ദാൻ അല്ല, അത് വെൻ ആണ്. ഹാർഡ്ലിയുടെ കണക്റ്റിംഗ് വേർഡ് എന്താണ്, വെൻ ആണ്. നോ സൂണറിൻ്റെ കണക്റ്റിംഗ് വേർഡ് വെൻ അല്ല, അത് ദാൻ ആണ് കേട്ടോ. തിരിഞ്ഞു പോകരുത് കേട്ടോ. ഹാർഡ്ലി, ബാഡ്ലി, റയർലി, സ്കേഴ്സ്ലിയുടേതാണ് വെന്നും, നോ സൂണറിൻ്റെത് ദാനുമാണ്. ഹീ ഈസ് മോർ സ്മാർട്ടർ ദാൻ ഹിസ് എൽഡർ ബ്രദർ. മോർ സ്മാർട്ടർ എന്ന് പറയത്തില്ല, കാരണം രണ്ടും കമ്പാരിറ്റീവ് ഡിഗ്രിയാണ്. ഇതും സ്മാർട്ടറാണ്, ഇതും കമ്പാരിറ്റീവ് ഡിഗ്രിയാണ്, അതും കമ്പാരിറ്റീവ് ഡിഗ്രിയാണ്. രണ്ട് കമ്പാരിറ്റീവ് ഡിഗ്രീസ് ആവശ്യമില്ല. അപ്പോൾ ഹീ ഈസ് സ്മാർട്ടർ ദാൻ ഹിസ് എൽഡർ ബ്രദർ എന്ന് പറയുന്നത്. പ്രിഫർ എന്ന് പറയുന്ന വേർഡിന് ശേഷം നമ്മൾ ടു എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ ഫിക്സഡ് ആയിട്ട് യൂസ് ചെയ്തിരിക്കണം. അപ്പോൾ ഷീ പ്രിഫേഴ്സ് കോഫി ടു ടീ ഇൻ ദ മോർണിംഗ്. പ്രിഫേഴ്സ് എന്ന് പറയുന്ന വേർഡിന് ശേഷം അല്ലെങ്കിൽ പ്രിഫർ എന്ന് പറയുന്ന വേർഡിന് ശേഷം ടു വന്നിരിക്കണം. കേപ്പബിൾ എന്ന് പറയുന്ന വേർഡിനോടൊപ്പം ചേർന്ന് വരുന്ന ഫിക്സഡ് പ്രിപ്പോസിഷൻ ഓഫ് ആണ് കേട്ടോ. കേപ്പബിൾ ഓഫ് വന്നു കഴിഞ്ഞാൽ പിന്നെ V1 എന്തായിട്ട് മാറും, V4 ആയിട്ട് മാറണം. അപ്പോൾ കേപ്പബിൾ ഓഫ് സോൾവിങ് എന്ന് വരുന്നു. കേപ്പബിൾ ഓഫ് സോൾവിങ്. ദ കമ്മിറ്റി ഹാവ് ഡിസൈഡഡ് ടു പോസ്റ്റ്പോൺ ദ മീറ്റിംഗ് എന്ന് പറയുന്നത് കമ്മിറ്റി ഹാസ് ആയിട്ട് മാറും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കളക്റ്റീവ് നൗൺ ആണ്. കളക്റ്റീവ് നൗണിനെ നമ്മൾ സിംഗുലർ ആയിട്ടാണ് കാണുന്നത്. ഇവൻ ദേ ആർ ഡൂയിങ് എ സെയിം ടാസ്ക്. അവർ ഒരേ ടാസ്ക്കാണ് ചെയ്യുന്നതെങ്കിൽ മാത്രമേ അവർ സിംഗുലർ ആയിട്ട് കാണാവൂ. ഇവിടെ സെയിം ടാസ്ക്കാണ് അവർ ചെയ്യുന്നത്. അതുകൊണ്ട് കമ്മിറ്റി ഹാവ് എന്നുള്ളത് എന്തായി മാറി, ഹാസ് ആയി മാറി. 10 കിലോമീറ്റേഴ്സ് ഡിസ്റ്റൻസിനെ എപ്പോഴും നമ്മൾ സിംഗുലർ ആയിട്ടേ കാണാവൂ. ഡിസ്റ്റൻസിനെ എപ്പോഴും നമ്മൾ എങ്ങനെ കാണണം, സിംഗുലർ ആയിട്ടേ കാണാവൂ ഡിസ്റ്റൻസിനെ. എവരി വൺ, എവരിബഡി, നോ വൺ, നോബഡി, സംവൺ, സംബഡി, അതിനെല്ലാം നമ്മൾ ഇൻഡെഫിനിറ്റ് പ്രോനൗൺസ് ആണ് വിളിക്കുന്നത്. ഇൻഡെഫിനിറ്റ് പ്രോനൗൺസിനെ സിംഗുലർ ആയിട്ട് കാണാവൂ. അപ്പോൾ അതിനോടൊപ്പം ചേർന്ന് വരുന്ന വെർബും പ്രോനൗണും എല്ലാം സിംഗുലർ ആയിരിക്കണം. അപ്പം ബ്രിങ് ദെയർ എന്നുള്ളത് എന്തായിട്ട് വരും, ഹിസ് ഓർ ഹെർ എന്നായിട്ട്. അപ്പോൾ എവരി വൺ മസ്റ്റ് ബ്രിങ് എ ഹിസ് ഓർ ഹെർ ഓൺ നോട്ട്ബുക്ക് ടു ദ വർക്ക്ഷോപ്പ് എന്ന് പറയും. ദ ന്യൂസ് കളക്റ്റീവ് നൗൺ ആണ്. ന്യൂസ് എന്ന് പറയുന്ന ഒരു കളക്റ്റീവ് നൗൺ ആണ്. കളക്റ്റീവ് നൗൺ ഈസ് കൺസിഡർഡ് ആസ് സിംഗുലർ എന്നാണ് അല്ലേ. അപ്പോൾ അത് ന്യൂസ് ഈസ് എന്ന് വരുന്നത്. അപ്പോൾ കളക്റ്റീവ് നൗണിനെയും അൺകൗണ്ടബിൾ നൗൺസിനെയും നമ്മൾ സിംഗുലർ ആയിട്ടേ കാണാൻ പാടുള്ളൂ. ഷീ ഹാസ് ബീൻ ലിവിങ് ഹിയർ സിൻസ് 5 years. ഹാസ് ബീൻ ലിവിങ്. അപ്പം സിൻസോ ഫോറോ വരുന്ന സെൻറ്റൻസ് എപ്പോഴും പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആയിരിക്കണം. സിൻസും ഫോറും വരുന്ന സെൻറ്റൻസ് എപ്പോഴും എന്തായിരിക്കണം, പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആയിരിക്കണം. ഇത് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് സ്ട്രക്ചറിൽ തന്നെയാണ് കിടക്കുന്നത്. അതേസമയം ഫോർ 5 years എന്നായി മാറുന്നത്. കാരണം എന്ന് വെച്ചാൽ ഏകദേശ കാലയളവാണ് പറയുന്നത്, ഒരു പോയിന്റ് ഓഫ് ടൈം അല്ല പറയുന്നത്, ഒരു പീരീഡ് ഓഫ് ടൈം ആണ് പറയുന്നത്. ഫോർ 5 years എന്നുള്ളത് ഒരു ഏകദേശ കാലയളവാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ സിൻസ് എന്നുള്ള എന്തായിട്ട് മാറുന്നത്, 4 ആയിട്ട് മാറുന്നു. ഈ എസ്റ്റർഡേ എന്ന് പറയുന്ന വേർഡ് വരുന്നത് സിമ്പിൾ പാസ്റ്റിലാണ്. എസ്റ്റർഡേ എന്ന് പറയുന്ന വേർഡ് വരുന്ന സെൻറ്റൻസ് ഏത് ടെൻസ് ആയിരിക്കണം, സിമ്പിൾ പാസ്റ്റ്. സിമ്പിൾ പാസ്റ്റിൽ നമ്മൾ വെർബ് പ്ലസ് വെർബിൻ്റെ V2 ആണ് ഉപയോഗിക്കേണ്ടത്. V2 ആണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഐ ഹാവ് സീൻ ഹിം എന്നുള്ളത് എന്തായി മാറും, ഐ സോ ഹിം ആയി മാറും. ഐ സോ ഹിം എസ്റ്റർഡേ അറ്റ് ദ മാർക്കറ്റ് എന്ന് പറയുന്നത്. അപ്പം എസ്റ്റർഡേ എന്ന് പറയുന്ന വേർഡ് യൂസ് ചെയ്യുന്നത് സിമ്പിൾ പാസ്റ്റിലാണ്. The furniture in this office are quite expensive. The furniture in this office, ഫർണിച്ചർ ഒരു കളക്റ്റീവ് നൗൺ ആണ്. കളക്റ്റീവ് നൗൺ ഈസ് കൺസിഡർഡ് ആസ് എ സിംഗുലർ ആണ്. അപ്പം ഈ ആർ എന്തായി മാറി, ഫർണിച്ചർ ഇൻ ദിസ് ഓഫീസ് ആർ ക്വൈറ്റ് എക്സ്പെൻസീവ് എന്നുള്ളത് ഈസായിട്ട് മാറി. ഫർണിച്ചർ എന്നുള്ളത് കളക്റ്റീവ് നൗൺ ആണ് അല്ലേ. അപ്പോൾ ഈ കളക്റ്റീവ് നൗണിനെ നമ്മൾ സിംഗുലർ ആയിട്ട് കാണുമോ പ്ലൂറലായിട്ട് കാണുമോ എന്ന് ചോദിച്ചാൽ കളക്റ്റീവ് നൗൺ ഈസ് കൺസിഡർഡ് ആസ് സിംഗുലർ ആണ്. അപ്പോൾ ആർ ഈസായിട്ട് മാറി. ഡിഡ് വന്നു കഴിഞ്ഞാൽ ഡിഡിനോടൊപ്പം യൂസ് ചെയ്യുന്ന വെർബ് ഫോം എപ്പോഴും V1 ആയിരിക്കണം. അപ്പം ന്യൂ എന്തായിട്ട് മാറി, നോ ആയിട്ട് മാറി. എൻജോയ്സ് എന്ന് പറയുന്ന വേർഡിന് ശേഷം ഒരു കാരണം വെച്ചാൽ 2 + V1 ഉപയോഗിക്കാൻ പാടില്ല. എൻജോയ്സ് പ്ലസ് V4 എന്നാണ് പഠിച്ചിരിക്കുന്നത്. എന്താണ് എൻജോയ്സ് പ്ലസ് V4, എൻജോയ്സ് പ്ലസ് V4 എന്ന് പഠിച്ചാൽ എൻജോയ് പ്ലസ് V4. ഐ എൻജോയ് റീഡിങ് ബുക്സ്. ഐ എൻജോയ് ടു റീഡ് ബുക്സ് എന്ന് പറയത്തില്ല. ഐ എൻജോയ് റീഡ് ബുക്സ് എന്നാണ് പറയുന്നത്. ഐ എൻജോയ് റീഡിങ് ബുക്സ് എന്നാണ്. ഐ എൻജോയ് റീഡിങ് ബുക്സ് എന്ന് പറയത്തുള്ളൂ, ടു റീഡ് എന്നൊന്നും പറയത്തില്ല കേട്ടോ. ഓക്കെ.
അപ്പോൾ എൻജോയ്സ് അല്ലെങ്കിൽ എൻജോയ് ആയാലും എൻജോയ്ഡ് ആയാലും E4 വേണം യൂസ് ചെയ്യാൻ. അപ്പോൾ ഈ എൻജോയ്സ് റീഡിങ് നോവൽസ് എന്ന് വന്നു. അടുത്തത് വൺ മസ്റ്റ് ഡു ഹിസ് ഡ്യൂട്ടി റെസ്പെക്റ്റീവ് ഓഫ് ദ കോൺസിക്വൻസസ്. വൺ എന്ന് പറയുന്ന വേർഡ് ഇവിടെ സബ്ജക്റ്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ അതിനോടൊപ്പം ചേർന്ന് വരുന്ന പ്രോനൗൺ ഒന്നിൽ ഹിസ് ആയിരിക്കണം അല്ലെങ്കിൽ ഹെർ ആയിരിക്കണം. ഹിസ്സോ ഹെറോ ഉപയോഗിക്കുക. അപ്പോൾ ഹിസ് ഉപയോഗിച്ചുകൊണ്ട് ഈ സെൻറ്റൻസ് എന്തായി കറക്റ്റ് ആണ് കേട്ടോ. ഇത് കറക്റ്റ് ആയിട്ടുള്ളൊരു സെൻറ്റൻസ് ആണ്. ദ ടീച്ചർ ആസ് വെൽ ആസ് ദ സ്റ്റുഡൻസ് വെയർ പ്രസൻറ്റ്. ആസ് വെൽ ആസ് വെച്ച് രണ്ട് സബ്ജക്ട്സിനെ കണക്ട് ചെയ്താൽ വെർബ് ഡിപ്പെൻസ് ഓൺ ദ ഫസ്റ്റ് സബ്ജക്റ്റ് എന്നാണ്. ഇവിടെ ടീച്ചറാണ് ഫസ്റ്റ് സബ്ജക്റ്റ്. ടീച്ചർ എന്ന് പറയുന്നത് സിംഗുലർ ആണ്. സിംഗുലർ ആയിട്ടുള്ള സബ്ജക്റ്റ് ആയതുകൊണ്ട് നമ്മൾ സിംഗുലർ ആയിട്ടുള്ള വെർബ് യൂസ് ചെയ്യുക. അപ്പോൾ വേറെ എന്തായിട്ട് മാറി? അത് വാസ് ആയിട്ട് മാറി. ദ ടീച്ചർ ആസ് വെൽ ആസ് ദ സ്റ്റുഡൻസ് വാസ് പ്രസൻറ്റ് എന്നായി മാറി. ഓക്കെ ആണ്? ഇത്രയും ക്വസ്റ്റ്യൻസ് ഓക്കെ ആണോ? ഇതെല്ലാം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, ക്ലാസ് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അതാണ് ഇത്രയും സ്പീഡിൽ പോയത്. ഇനി ഒരു 25 ക്വസ്റ്റ്യൻസും കൂടി ഉണ്ട്. അത് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ. അപ്പോൾ സോ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു എവരി വൺ. താങ്ക് യു.